നമസ്കാരം. നമുക്ക് ആരംഭിക്കാമെന്ന് തോന്നുന്നു. ഇവിടെ ആദ്യമായി ഒരു പാനൽ ഡിസ്കഷൻ മോഡറേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സന്തോഷത്തിൽ കൂടിയാണ് ഞാൻ ഇരിക്കുന്നത്. അതിന് മാതൃഭൂമി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഒരു വേദിയായി എന്നുള്ളത് അതിൽ കൂടുതൽ സന്തോഷം നൽകുന്നതാണ്. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. നേരത്തെ ഇവിടെ പറഞ്ഞു ഓൾറെഡി, എങ്കിലും ഞാൻ സ്വമേധയാ പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് അമിത പ്രദീപ്. ഞാൻ കോഴിക്കോടാണ് സ്വദേശം. ആർക്കിടെക്റ്റാണ്. കോഴിക്കോട് ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്യൂറേറ്റീവ് ഫേം ഓൺ ചെയ്യുന്നു. ഒപ്പം സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക മേഖലകളിലെല്ലാം ഇടപെടുന്നു എന്നുള്ളത് കൂടി ഇതിൻ്റെ ഭാഗമായി കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ ഇന്നിവിടെ നമ്മൾ പാനൽ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നാടോടുമ്പോൾ വീടോടണോ എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി ഓടി വരുന്നത് ഒരു പഴഞ്ചൊല്ലാണ്. നാടോടുമ്പോൾ നടുവേ ഓടുക എന്ന് പറയുന്നൊരു പഴഞ്ചൊല്ല്. രണ്ടും തമ്മിൽ വലിയ അന്തരമൊന്നുമില്ല. ഒന്ന് പറയുന്നത് നാടിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് തന്നെ നമ്മുടെ ജീവിതവും അതിൻ്റെ ചുറ്റുമുള്ള വ്യവഹാരങ്ങളും മാറുന്നു എന്നാണ് അതിനെ ധ്വനിപ്പിക്കുന്നത്. അതുതന്നെയാണ് അതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ ഡയമെൻഷനാണ് നാടോടുമ്പോൾ വീടോടണോ എന്ന ചോദ്യത്തിലൂടെ ഉന്നയിക്കുന്നത്. അത്തരത്തിൽ അതിനെ കൂടുതൽ പൊലിപ്പിക്കുന്ന രീതിയിലുള്ള ചർച്ചകളായിരിക്കണം ഇവിടെ വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വളരെ ഫാസ്റ്റായി വികസിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിൽ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ അതിൻ്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വീടാണ്. അപ്പം ആ വീടിനും വീടിൻ്റെ ചുറ്റുവട്ടങ്ങളിലും വീടിൻ്റെ അകത്തളങ്ങളിലും നാട്ടിലുണ്ടാകുന്ന അതേ മാറ്റങ്ങൾ വരേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇതിൻ്റെ ഭാഗമായി നമ്മൾ ആദ്യമേ മുന്നോട്ട് വയ്ക്കുന്നത്. ആ മാറ്റങ്ങൾ, അത് വരുന്ന മാറ്റങ്ങളാണെങ്കിൽ തന്നെ അത് ഗുണകരമായ മാറ്റമാണോ അതോ ദോഷകരമായ മാറ്റമാണോ എന്നുള്ളതൊക്കെ നമ്മുടെ ഈ ഒരു ചർച്ചയുടെ ഭാഗമായി വരും എന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ചർച്ചയുടെ ഭാഗമായി 3 പ്രഗത്ഭരായ പാനലിസ്റ്റുകളാണ് ഉള്ളത്. നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, എങ്കിലും ഒന്നുകൂടി പറയുകയാണ്. ആദ്യമായി നമുക്കിവിടെ ശ്രീ മനോജ് കിനി സാറുണ്ട്. സാർ ആർക്കിടെക്റ്റാണ്, അതുപോലെ ഒരു അക്കാദമിക് വിദഗ്ധൻ കൂടിയാണ്. അപ്പം കേരള സർക്കാരിൻ്റെ ടൂറിസം വകുപ്പിന് കീഴിലുള്ള KTIL അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് സാർ. അതുപോലെ മുസ്രിസ് പൈതൃക പദ്ധതിയുടെ ഡയറക്ടർ കൂടിയായിരുന്നു. സാറിനെ പാനൽ ഡിസ്കഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ പാനലിസ്റ്റ് ശ്രീ നിരഞ്ജൻ ദാസ് ശർമ്മ. അദ്ദേഹവും ആർക്കിടെക്റ്റാണ്. RGB ആർക്കിടെക്ചർ സ്റ്റുഡിയോ എന്ന ആർക്കിടെക്ചറൽ ഫേമിൻ്റെ ഫൗണ്ടർ പാർട്ട്ണറാണ് സിൻസ് 2011. ഓൾസോ ഇൻ 2001 ഹി ഫൗണ്ടഡ് ഫേം കോൾഡ് ദ ഡിസൈൻ ട്രീ. ഒപ്പം TKM സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിലെ വിസിറ്റിംഗ് ഫാക്കൽറ്റി കൂടിയാണ് അദ്ദേഹം. ഇതുവരെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫഷണൽ കാലഘട്ടത്തിൽ നിരവധിയായ അവാർഡുകളും പ്രശസ്തികളും ഒക്കെ നേടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഒപ്പം IIA കൊല്ലം ചാപ്റ്ററിൻ്റെ ചെയർമാൻ കൂടിയായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. സാറിനെയും ഈ പാനൽ ഡിസ്കഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മളുടെ മൂന്നാമത്തെ പാനലിസ്റ്റ് ഇവിടെയുള്ളത് ശ്രീ ജയൻ വിലാത്തിക്കുളം സാറാണ്. സാറ് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആൻഡ് ഡിസൈനറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കോൺക്രീറ്റ് സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നതിന് പകരം പ്രകൃതിയും ട്രഡീഷണൽ ആർക്കിടെക്ചറും കൂടി ചേർന്നുള്ള ഒരു ശൈലി അത് അദ്ദേഹത്തിൻ്റെ ഡിസൈനിൽ ഉടനീളം കാണാൻ വേണ്ടി സാധിക്കും. ഞാനൊരു കോഴിക്കോട് സ്വദേശി എന്ന നിലയ്ക്ക് സാറിൻ്റെ ഡിസൈനുകൾ കണ്ടു വളർന്ന ഒരാൾ കൂടിയാണ്. പ്രത്യേകം എടുത്ത് പറയാതിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രഡീഷണൽ ആർക്കിടെക്ചറിനോടൊപ്പം ഒരു വിക്ടോറിയൻ സ്റ്റൈൽ കൂടി ചേർന്നുള്ള ഡിസൈനുകളാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. അതുപോലെ റീസൈക്കിൾഡ് മെറ്റീരിയൽസിൻ്റെ ഉപയോഗം അദ്ദേഹത്തിൻ്റെ ഡിസൈനിൽ വളരെ കോമൺ ആയി കണ്ടുവന്നിട്ടുള്ളൊരു ശൈലിയാണ്. അദ്ദേഹത്തിനെയും ഈ പാനൽ ഡിസ്കഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും മികച്ച 3 പാനലിസ്റ്റുകൾ നമുക്ക് ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ഇവിടെയുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് സമയം 45 മിനിറ്റ്സാണ് നമുക്ക് ഡിസ്കഷനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ചോദ്യത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആമുഖമായി പറയട്ടെ, നാടോടുമ്പോൾ വീടോടണോ എന്നുള്ളതൊരു എസ് ഓർ നോ ക്വസ്റ്റ്യനായിട്ട് അവസാനിപ്പിക്കാനല്ല ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഉത്തരവും ചിലപ്പം ഈ ചർച്ചയുടെ അവസാനം ലഭിക്കണമെന്നില്ല. പക്ഷേ അതിൽ നിന്ന് വിവിധ ആശയഗതിയിലുള്ള മറ്റ് ചർച്ചകളിലേക്കുള്ള ഒരു തുറക്കൽ ഇവിടെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. മറ്റു പല ചർച്ചകൾക്ക് ഇവിടെ തിരികൊളുത്തിയേക്കാം. അതുകൊണ്ട് ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ഉത്തരത്തിൽ കലാശിക്കുന്ന ഒരു ചർച്ചയായിട്ട് ഇതിനെ നമ്മൾ കാണേണ്ടതില്ല എന്നാണ് ആമുഖമായി പറയാനുള്ളത്. അപ്പം എൻ്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ശ്രീ മനോജ് കിനി സാറിനോടാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. നമുക്ക് ഒരു ചർച്ച തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു സംവാദം തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തെ തിരസ്കരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നാടോടുമ്പോൾ വീടോടണോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വീട് തന്നെയാണ്.
നമ്മളെ സംബന്ധിച്ച് വീട് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെക്കുറിച്ച് അതിനെ ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ, ഇപ്പോൾ ചരിത്രാതീത കാലത്തേക്ക് പോവുകയാണ്, ഒരു പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്ന ഒരു കാലത്തേക്ക് പോവുകയാണെങ്കിൽ അന്ന് മനുഷ്യർ കൂട്ടം കൂട്ടമായി സഞ്ചരിച്ച് അലഞ്ഞു തിരിഞ്ഞ് മരങ്ങളിലും മറ്റുള്ള കായ്ക്കനികൾ പറിച്ച് ഭക്ഷിക്കുന്ന അവിടെ തന്നെ വീണ് കിടന്നുറങ്ങി, അങ്ങനെയൊരു അലസമായ ജീവിതമായിരുന്നു. അവിടെ നിന്ന് വീട് എന്ന് പറയുന്നതിൻ്റെ ഒരു ആദ്യത്തെ പ്രോട്ടോടൈപ്പ് വരുന്നത് ഗുഹയായിരിക്കും, അല്ലേ? വീടിൻ്റെ ഒരു ആദ്യത്തെ പ്രോട്ടോടൈപ്പ് നമുക്ക് മുന്നോട്ട് വെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പക്ഷേ ഗുഹയായിരിക്കും. ആ ഗുഹ എന്ന് പറയുന്ന പ്രോട്ടോടൈപ്പിൽ നിന്ന് ഇന്നത്തെ വീട് എന്ന സങ്കല്പത്തിലേക്ക് ഉണ്ടായിട്ടുള്ള ഒരു ജേണി അല്ലെങ്കിൽ ആ ഒരു മാറ്റം അതെങ്ങനെയായിരുന്നു എന്ന് ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ അതെങ്ങനെയായിരിക്കും? എല്ലാവർക്കും നമസ്കാരം. 45 മിനിറ്റിൻ്റെ സമയം ആദ്യമേ പറഞ്ഞു. ചരിത്രം ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദിവസങ്ങളോളം സംസാരിക്കാൻ പറ്റുന്നൊരു വിഷയമാണ്. പക്ഷെ ഞാൻ വളരെ ചുരുക്കി ഒരു 2 മിനിറ്റ് കൊണ്ട് പറയാം. അതായത് ഈ നമ്മുടെ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കും കൂടിയാണ്. വളരെയധികം ആൾക്കാർ ഇതിൽ ധാരാളം എഴുതിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ഡോക്യുമെൻ്ററീസ് അവൈലബിൾ ആണ്. എങ്കിൽ പോലും നമ്മൾ ഇന്നത്തെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് സംസാരിക്കുമ്പോൾ കേരളം എന്ന ജിയോഗ്രഫിക് എൻറ്റിറ്റി ഇത് നമ്മുടെ ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമാണ്. എന്തെന്ന് വെച്ചാൽ കേരളം ഒരുപക്ഷെ കാലങ്ങൾക്ക് മുമ്പേ ഇവിടുത്തെ ഒറിജിനൽ ആൾക്കാരെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ ട്രൈബൽസ് എന്ന പദം ഇപ്പോൾ യൂസ് ചെയ്ത് കൂടാന്നാണ്. അവർ ഇൻഡിജിനസ് സെറ്റിൽമെൻറ്റ്സ് ആണെന്ന് പറയാം. ഇൻഡിജിനസ് ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ്സിൻ്റെ ഓണേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഇന്ന് ആൾക്കാരെല്ലാം കാലാകാലങ്ങളിൽ ഈ പാർശ്വവൽക്കരിപ്പിക്കപ്പെട്ടു എന്നാണ് ശരിക്കും പറയുക. കാരണം വെച്ചാൽ ബാക്കി ഇങ്ങോട്ട് കടന്നു വന്ന ആൾക്കാർ നമ്മളെല്ലാം ഒരു പക്ഷേ നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ എല്ലാവരും നമ്മുടെ തിരുവനന്തപുരം ഭാഷയെ പറഞ്ഞ വരത്തന്മാരായിരിക്കും. അതായത് പുറത്തുനിന്ന് വന്ന് സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളെല്ലാം. അപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു വലിയൊരു പ്രശ്നമുള്ളത് നമുക്ക് ഈ 6th സെഞ്ച്വറിക്ക് പിന്നോട്ട് നമുക്ക് ലിഖിതമായിട്ടുള്ള ചരിത്രമില്ല. റിട്ടൺ ഹിസ്റ്ററി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് കേരളത്തിൽ. പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ 6ാം നൂറ്റാണ്ട് തൊട്ട് ഇങ്ങോട്ട് സംഘകാല ചരിത്രം തൊട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അവിടെ 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോഴും അത് വളരെ വിസിബിളാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. നെയ്തൽ, പാല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന ഹണ്ടർ ഗ്യാദറേഴ്സ്, അതായത് ആദ്യമേ പറഞ്ഞത്, കായ്കനികൾ കളക്ട് ചെയ്ത് ഭക്ഷിച്ച് ജീവിച്ച ആൾക്കാർ ഗുഹയിൽ താമസിച്ചു. അവർ ഹണ്ടർ ഗ്യാദറേഴ്സ് എന്ന് നമ്മൾ പറയും. ഈ ഹണ്ടർ ഗ്യാദറർ കൾച്ചറിൽ നിന്ന് നമ്മൾ അഗ്രികൾച്ചർ തുടങ്ങിയതാണ് ശരിക്കും കേരള സംസ്കാരത്തിൻ്റെ ഉത്ഭവം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ വീടിൻ്റെ ചരിത്രം തുടങ്ങുന്നത് അവിടെയാണ്. അപ്പോൾ കംഫർട്ടബിളായിട്ട് ഈ എക്കലടിഞ്ഞുണ്ടായ ഫലഭൂയിഷ്ഠമായ ഭൂമിയിൽ കൃഷി തുടങ്ങി. അവിടെ കൾച്ചറൽ ലാൻഡ്സ്കേപ്പിൻ്റെ തുടക്കമാണ്. കേരള കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ആ കൃഷിഭൂമിയിൽ നിന്നാണ് തുടങ്ങുന്നത്. ചാല് കെട്ടി തുടങ്ങിയതാണിത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഉണ്ടായ അന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രഷ്യസ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ സ്വർണം സൂക്ഷിക്കുന്ന പോലെയോ പൈസ സൂക്ഷിക്കുന്ന പോലെയോ അന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ഭാവി എന്ന് പറയുന്ന വിത്തുകളായിരുന്നു. അപ്പോൾ ആ വിത്ത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അഗ്രേറിയൻ കൾച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മൂല്യവത്തായിട്ടുള്ള വസ്തുവായിരുന്നു വിത്തുകൾ. ആ വിത്തുകളിൽ നിന്നാണ് അറയുണ്ടായത്. ഈ അറയാണ് കേരള വീടുകളുടെ മൂലക്കല്ല്, അല്ലെന്നുണ്ടെങ്കിൽ ആണിക്കല്ലെന്ന് പറയാം. അപ്പോൾ പഴയ വീടുകൾ പരിശോധിച്ചാൽ അറിയാം, ഇതിൻ്റെ ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് സിംഗിൾ സെൽ വീടുകളാണ്. ഈ സിംഗിൾ സെൽ ഹൗസസ് എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ വിത്തുകൾ സൂക്ഷിക്കാൻ വേണ്ടി ഒരു തടിപ്പെട്ടി ഉണ്ടാക്കി ആ തടിപ്പെട്ടിക്കകത്ത് സുരക്ഷിതമായിട്ട് വിത്തുകൾ സൂക്ഷിക്കുകയും അത് യാതൊരു കേടുപാടും വരുത്താതെ അടുത്ത കൃഷിക്ക് അറുക്കുകയും ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഈ പറയുന്ന ഈ അറ വളരെ പ്രഷ്യസ് ആയിരുന്നു. അതിന് ചുറ്റുമായിരുന്നു ആൾക്കാർ കിടന്നിരുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. എൻ്റെ കയ്യിൽ പടങ്ങളില്ല, അല്ലെങ്കിൽ കാണിക്കുമ്പോൾ കുറച്ചും കൂടെ അത് ഫലവത്തായനെ. ശരിക്കും പറഞ്ഞാൽ ഒരു സ്ക്വയർ ബോക്സിൻ്റെ മേളിൽ ഒരു കൂര വെച്ചാൽ, അത് ആ കൂര എന്ന് പറയുന്നത് മുളയൊക്കെ വെച്ചിട്ടുള്ള കൂരയാണ്, അതിനകത്ത് പുല്ലായിരിക്കും മേയുന്നത്. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് പ്രോട്ടോടൈപ്പ്. വീടുകൾ തുടങ്ങുന്നത് അവിടെയാണ്.
ഇനി അടുത്തത് എന്താണ്? വിത്തുകളുണ്ടായി, വിത്തുകളെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തു. അടുത്തത് നമ്മൾ ഏറ്റവും അധികം പ്രൊട്ടക്റ്റ് ചെയ്യുക നമ്മളെ സ്ത്രീകളെയായിരുന്നു. അങ്ങനെ സ്ത്രീകൾക്ക് കുറച്ച് പ്രൈവസി വേണം, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ ജനിക്കുന്ന ഒരു പ്രക്രിയ, കുഞ്ഞുങ്ങളെ വളർത്തുന്ന പ്രക്രിയ, അവിടെയും സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി വേണം. അങ്ങനെ രണ്ടാമത്തെ അറയുണ്ടായി. ആ അറയെന്ന് പറയുന്നത് ബേസിക്കലി സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അറയായിരുന്നു. ഇതായിരുന്നു സെക്കൻഡ് സെൽ. ഇപ്പോൾ ഫസ്റ്റ് സെല്ല് വിത്ത്, അടുത്ത സെല്ല് നമ്മുടെ അടുത്ത തലമുറ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സെല്ല്. ഇനി മൂന്നാമത്തെ സെല്ല് പാചകമായിരുന്നു. ഇനി അങ്ങനെ 3 അറകളായിട്ടുള്ള ആ പ്രോട്ടോടൈപ്പ്. ഒന്ന് നമ്മുടെ വിത്ത് ശേഖരിക്കാനുള്ളത് സെൻട്രലിരിക്കും, അതിൻ്റെ ഒരു സൈഡിൽ ഈ പറയുന്ന സ്ത്രീകൾക്കുള്ള സ്പേസ്, ഇപ്പുറത്ത് നമ്മുടെ അടുക്കള കുക്കിങ്ങിനുള്ള സ്പേസ്, അതിന് ചുറ്റും ഈ പറയുന്ന പുരുഷന്മാർ കിടന്നിരുന്നു. അതായിരുന്നു നീളത്തിലുള്ള വരാന്ത. അപ്പോൾ ഈ സിംഗിൾ സെല്ലിൽ നിന്ന് ഡബിൾ സെല്ലിലോട്ടും ട്രിപ്പിൾ സെല്ലിലോട്ടും പോയ ആ ഒരു ചരിത്രം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതായിരുന്നു ശരിക്കും കേരളത്തിലെ വീടുകളുടെ ചരിത്രം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഈ ട്രിപ്പിൾ സെൽസാണ് പിന്നെ നമ്മൾ കാണുന്ന ബാക്കിയുള്ള എന്താ പറയുക 6 സെല്ലാവുകയും 9 സെല്ലാവുകയും ഈ 9 സെല്ലായപ്പോഴത്തേക്കും ഇന്ന് നടുക്ക് വെന്റിലേഷന് വേണ്ടി ആ നടുക്കലത്തെ സെല്ല് മാറ്റുകയും പിന്നെ അതൊരു കോർട്ട്യാർഡ് ആവുകയൊക്കെ ചെയ്യുന്നത്. ഇനി ഈ പറയുന്ന 16-ാം നൂറ്റാണ്ടിലാണ് ശരിക്കും പറഞ്ഞാൽ വാസ്തുശാസ്ത്രം എന്ന് പറയുന്ന നമ്മൾ ഉദ്ഘോഷിക്കുന്ന കാര്യം കേരളത്തിൽ ഉണ്ടാവുന്നത്. അതെന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാം, അത് എലിറ്റിസ്റ്റ് ആർക്കിടെക്ചറാണ്. സമൂഹത്തിൽ എപ്പോഴും നമുക്കറിയാം, ഇപ്പം നമ്മുടെ വേടൻ്റെ പാട്ട് കേൾക്കുന്നു. വേടൻ്റെ പാട്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കൾച്ചറൽ എക്സ്പ്രഷനാണ്. അത് മാത്രം അത് സംഗീതമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് സംഗീതമാണ്. അതേസമയം ഇവിടെ ശാസ്ത്രീയ സംഗീതമുണ്ട്. അപ്പോൾ ഏത് കഥകളി എടുത്താലും മാർഗി അല്ലെന്നൊരു ദേശീയ എന്ന് പറഞ്ഞ 2 ആവാന്തര വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഏത് കലയെടുത്താലും ഏത് ഈ കൾച്ചറൽ എക്സ്പ്രഷൻസ് എടുത്താലും അതിനൊക്കെ എപ്പോഴും അതിൻ്റെ ഒരു സോഷ്യലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ ഇൻഹറൻ്റ് ആയിട്ടുള്ള സ്പോണ്ടേനിയസ് ആയിട്ടൊരു ഭാവം ഉണ്ടാവും. അതിനെ റിഫൈൻ ചെയ്തിട്ടുള്ള ഒരു എലിറ്റിസ്റ്റ് ഭാവം ഉണ്ടാവും. അങ്ങനെ ആർക്കിടെക്ചറിനുള്ള ഈ 2 വിഭാഗങ്ങൾ ഒരുപക്ഷെ കേരള ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ, കേരള ജനതയുടെ ഈ പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഈ എലീറ്റിസ്റ്റ് കൾച്ചർ മാത്രമേ നമ്മളെപ്പോഴും ഉദ്ഘോഷിക്കാറുള്ളൂ, സെലിബ്രേറ്റ് ചെയ്യാറുള്ളൂ. അതേസമയം ഈ പറയുന്ന നമ്മുടെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പോപ്പുലർ ഹൗസസ് എന്ന് പറയുന്ന സാധനം, അതാണ് നമ്മുടെ സാധാരണക്കാരുടെ വീട്. അത് ഡിസൈനർമാർ ചെയ്തതല്ല, അത് നമ്മുടെ ഉള്ളിൽ ഉറഞ്ഞുകൂടിയ, നമുക്ക് അറിയാമല്ലോ, പാർപ്പിടം, വസ്ത്രം, ഭക്ഷണം, ഇത് 3 നമ്മുടെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായ എക്സ്റ്റേണൽ എക്സ്പ്രഷൻസാണ് ഈ പറയുന്ന നമ്മുടെ ഈ 90% വീടുകളെന്ന് നമ്മൾ കാണുന്ന സാധനം. അതിങ്ങനെ ഉണ്ടായി വന്നതാണ്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ വീടുകളുടെ ചരിത്രമെന്ന് പറയുന്നത്. ഇതിന് കൃത്യമായിട്ടുള്ള 2 വേർതിരിവുകളുണ്ട്. ഒരു പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള ആർക്കിടെക്ചറൽ എക്സ്പ്രഷൻസ് ഉണ്ട്, വിച്ച് ഈസ് കമ്മിങ് ഫ്രം ദി സൊസൈറ്റി, സോഷ്യൽ എക്സ്പ്രഷൻ. മറ്റേത് എലിറ്റിസ്റ്റ് ആയിട്ടുള്ള വിത്ത് ദി ഹെൽപ്പ് ഓഫ് സം സോർട്ട് ഓഫ് ഗൈഡ് ലൈൻസ് ഇവോൾവ് ആയിട്ടുള്ള ആർക്കിടെക്ചർ ഉണ്ട്, വിച്ച് ഈസ് വൺ അമംഗ് ദി മോസ്റ്റ് ഇവോൾവ് ടിമ്പർ ആർക്കിടെക്ചർ ഇൻ ദ വേൾഡ്. അങ്ങനെ ഇതാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ വീടുണ്ടായ ചരിത്രം എന്ന് പറയുന്നത്. ഞാൻ സംക്ഷിപ്തമായിട്ട് പറഞ്ഞതാണ്. ഇതിന് പല കാര്യങ്ങളും കഥകളും ഒക്കെ ഉണ്ട്. ഭയങ്കര രസമാണിത്. എനിക്കിതിൻ്റെ ഒരു സൂചന കിട്ടിയത് എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോഴാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വെർണാക്കുലർ അറ്റ്ലസ് ഓഫ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ് പോൾ ഒളിവർ എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റ് ചെയ്തൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം തേടിയുള്ള യാത്രയാണ് എന്നെ ഈ ഒരു കാര്യത്തിലോട്ട് എന്നെ കൂടുതൽ അടുപ്പിച്ചത്. ഇതിനെക്കുറിച്ച് ധാരാളം അവരുടെ ജീവിതം തന്നെ ഹോമിച്ച ധാരാളം വ്യക്തികളുണ്ട് ഈ പഠനത്തിന് വേണ്ടി. പക്ഷേ എന്തുകൊണ്ടോ ഈ പറയുന്ന ഇൻ്റർനാഷണൽ ഈ പറയുന്ന പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ ലിറ്ററേച്ചറിലോ ഒന്നും കേരളത്തിലെ വീടുകൾ ഇപ്പോഴും അതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ ഇതിനെ ഗ്ലോബൽ ലെവലിലോട്ട് കൊണ്ടുപോയിട്ടില്ല, അതിനുള്ള വേദികൾ നമുക്കുണ്ടായിരുന്നില്ല. പക്ഷേ വളരെ റിഫൈൻഡ് ആയിട്ടൊരു ആർക്കിടെക്ചറൽ കൾച്ചർ, സ്വായത്തമായിട്ടുള്ള അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ കൾച്ചർ ഉള്ള ഒരു നാടാണ് നമ്മുടെ നാട് കേരളം. താങ്ക് യു സർ. സർ ഇപ്പോൾ പറഞ്ഞതിൽ നിന്നൊരു ടേം പിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു കൾച്ചറൽ എക്സ്പ്രഷൻ എന്ന് തന്നെ പറയാം. വീട് എന്ന് പറയുന്നത് പ്രധാനമായും സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക പശ്ചാത്തലത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ്. അപ്പോൾ ടു യു നിരഞ്ജൻ സർ, അങ്ങനെ പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ളൊരു സമൂഹമാണ്. അതായത് തൊഴിലിൻ്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്, അതുപോലെ ധാരാളമായ മൈഗ്രേഷൻ സംഭവിക്കുന്നുണ്ട്,
കൂട്ടുകുടുംബം എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് അണുകുടുംബം എന്ന കോൺസെപ്റ്റിലേക്ക് നമ്മൾ കുറച്ച് കാലമായി ആ കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തി നിൽക്കും. അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ സാമൂഹികമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നോളജി ഡ്രിവണായ ഒരു സൊസൈറ്റിയിൽ ആധുനിക കാലത്തെ അല്ലെങ്കിൽ ഇന്നത്തെ മലയാളിയുടെ വീട് എന്ന സങ്കല്പം എന്താണ് അതിൽ വന്നിട്ടുള്ള മാറ്റം എന്നുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം. ഇത് ഈ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ വാക്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്നൊരു സാധനമല്ല. മലയാളി പല രീതിയിലാണ് ഈ പറഞ്ഞ ഹിസ്റ്ററി നമ്മുടെ ഉള്ളിലുള്ളൊരു സാധനമാണ്. ഇത് ആരും പറഞ്ഞു തരാതെ തന്നെ നമുക്ക് നമ്മുടെ ബ്ലഡിലുള്ളൊരു സാധനമാണ്. അപ്പം ഈ മാറി മാറി വരുന്ന കൾച്ചർ, അതായത് നമുക്കിപ്പോൾ ഒരുപാട് ഇവിടെ ഇൻവേഷൻസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പുതിയ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. ബ്രിട്ടീഷ് വന്നിട്ടുണ്ട്, പോർച്ചുഗീസ്, ഡച്ച്, ഇങ്ങനെയുള്ള കൊളോണിയൽ സാധനങ്ങളെല്ലാം വന്നിട്ട് ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് ഇൻസ്റ്റാഗ്രാം ഒരു യുഗത്തിലാണ്. അപ്പം ഫാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്യുന്ന ഒരു വേൾഡിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ സ്റ്റൈലുകൾ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. ഈ സ്റ്റൈൽ എന്ന് പറയുന്നത് ഓരോരുത്തർ കൊണ്ടുവരുന്ന ടെക്നോളജിയും അവരുടെ എസ്തെറ്റിക് സെൻസും കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവോൾവ് ചെയ്ത് നമ്മുടെ ആർക്കിടെക്ചറായിട്ട് മിക്സ് ചെയ്ത് ഉണ്ടായി വരുന്ന ഒരു ആർക്കിടെക്ചറാണ് ആ സമയത്തെ ആർക്കിടെക്ചർ. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് എന്തും നമ്മുടെ കൈപ്പിടിയിലെത്തുന്ന ദൂരത്താണ്. എന്തും നമുക്ക് കിട്ടും, പൈസ ഉണ്ടായാൽ മാത്രം മതി. നമ്മളെങ്ങനെ എന്ത് വിചാരിച്ചാലും നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് സ്വീകരിക്കണം അല്ലെങ്കിൽ എന്ത് തിരസ്കരിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു വലിയ ചലഞ്ചാണ്. അപ്പം മലയാളി ഇത് ആക്ച്വലി ഈ സ്പോയിൽഡ് ഓഫ് ചോയ്സ്. മലയാളി എന്നല്ല, ലോകത്തെവിടെയും ഇത് ചോയ്സ് കൊണ്ട് സമൃദ്ധമായി നിൽക്കുന്നൊരു സംഭവമാണ്. അപ്പം മലയാളിയുടെ ആഗ്രഹങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഗൾഫ് ബൂം ഉണ്ടായ സമയത്ത് ഗൾഫിൽ നിന്നുള്ള കുറേ ഐഡിയാസ്, കുറേ പൈസ വന്നിട്ടുണ്ട്. അപ്പം അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അപ്പം ഇവിടുത്തെ കുറേ പുറത്തുനിന്നുള്ള കുറേ ആശയങ്ങളും ഇവിടുത്തെ ആശയങ്ങളെല്ലാം മിക്സ് ചെയ്തിട്ടൊരു പുതിയ സാധനം ഉണ്ടായി. അത് കഴിഞ്ഞിട്ടൊരു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ആർക്കിടെക്ട്സ് മോഡേണിസം കേരളത്തിലോട്ട് വരുന്നത്. വടക്കേ ഇന്ത്യയിലും അവിടെയൊക്കെ Le Corbusier, ചാൾസ് കൊറിയയും ഒക്കെ വർക്ക് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഇവിടെ ആർക്കിടെക്ട്സ് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ചെറുതായി. നമ്മുടെ ഇവിടെ പഴയ ഗവൺമെൻറ് ബിൽഡിങ്സൊക്കെ മോഡേൺ ആർക്കിടെക്ട്സ് ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ്സാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇവോൾവ് ചെയ്ത് വന്നിട്ട് ഇപ്പോൾ ആർക്കിടെക്ട്സ് ആക്ച്വലി കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ പലരും പറയും കണ്ടംപററി പോകണോ ട്രഡീഷണൽ പോകണോ. ആക്ച്വലി അങ്ങനൊരു വേർതിരിവ് ആക്ച്വലി ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് നമുക്കിപ്പോൾ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ളതാണ്. അത് നമ്മുടെ കാതും കണ്ണും കൂർപ്പിച്ച് വെച്ച് നമുക്ക് എന്താ വേണ്ടെന്നുള്ളത് തീരുമാനിക്കും. അപ്പം മലയാളികൾ തന്നെ പല സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. അപ്പം നമുക്ക് ഒരാൾക്കൊരു ഫോമുല ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പല എക്കണോമിക് സ്റ്റാറ്റസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ പറ്റിയൊരു ആസ്പിറേഷണൽ ഫോമുല നമുക്ക് പറയാൻ പറ്റില്ല. ഏത് ഡയറക്ഷനാണ് എടുക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ സസ്റ്റെയിൻ ചെയ്യണം. അതായത് നമുക്കൊരു ജനറേഷൻ കൂടെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ രീതിയിലുള്ള ഒരു ഇൻപുട്ട് വേണം നമ്മൾ എടുക്കാൻ. ഒരു ബിൽഡിങ്ങിൻ്റെ ഡിസൈനെ ഇൻഫോം ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട്. വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന പടങ്ങളല്ലാതെ ഇൻഫോം ചെയ്യുന്ന സാധനങ്ങളുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് അതിന് അനുസൃതമായിട്ട് നമ്മൾ വീട് വെച്ച് കഴിഞ്ഞാൽ അത് ലാസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് കുറച്ച് നാളത്തേക്ക് കൂടെ അത് പ്രയോജനപ്പെടും. പിന്നെ അടുത്തൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയ ജനറേഷൻ ആക്ച്വലി പലരും വീട് വെക്കണ്ട എന്നുള്ള താല്പര്യമുള്ള ആൾക്കാർ തന്നെ കുറേ വരുന്നുണ്ട്. അപ്പം അവർ റെൻറ്റഡ് ഹൗസിൽ താമസിക്കുക, അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രെൻഡിലോട്ട് ഇപ്പോൾ പതുക്കെ വരുന്നുണ്ട്. അപ്പം വീടെന്നുള്ളൊരു സങ്കല്പം തന്നെ ഒരു ബ്ലിങ്കിറ്റ് മോഡലോ അല്ലെങ്കിൽ ഒരു സ്വിഗ്ഗി മോഡലോ ആയിക്കൊണ്ടിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞു ഒരു ആർക്കിടെക്ട്സിനെ സംബന്ധിച്ചൊരു കൺഫ്യൂഷൻ, ഏത് ഡയറക്ഷൻ ചൂസ് ചെയ്യണം എന്ന ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. ആ സ്ഥലത്ത് ഒരു പ്രത്യേക ശൈലി തൻ്റെതായ രീതിയിൽ കണ്ടുപിടിച്ച ഒരു വ്യക്തിയാണ് നമ്മളൊപ്പം ഇവിടെ ഇരിക്കുന്നത്, ജയൻ ബിലാത്തികുളം സാർ. സാറിൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം വീടിൻ്റെ ഒരു ടൈം ലൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യകാലത്ത് ഓലപ്പുരയായിരുന്നു, പിന്നീട് ഓടിട്ട വീടിലേക്ക് നമ്മളെത്തി, പിന്നീട് വാർപ്പ് അല്ലെങ്കിൽ കോൺക്രീറ്റ് വീട് എന്ന് പറയുന്ന ഒരു ധാരണയിലേക്ക് നമ്മളെത്തി. ഇത് പറയുന്നത് സാമ്പത്തികമായ ഒരു മെച്ചപ്പെടലിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൂടിയാണ് അല്ലേ. ഓടിട്ട വീട് ജീവിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരാളായിരിക്കും. ആദ്യകാലത്ത് വളരെ ചുരുങ്ങിയ ശതമാനം ആളുകളെ അത്തരത്തിൽ സാമ്പത്തികമായി മെച്ചപ്പെടുന്ന അവസ്ഥയിലേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത് വലിയ ശതമാനം ആളുകളിലേക്ക് എത്തി. അതായത് നമ്മൾ ചൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് പോലും നമ്മളുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് കാണിക്കുന്ന ഒരു സോഷ്യൽ കണ്ടീഷനിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ്. അപ്പം അവിടെയാണ് താങ്കൾ സ്വന്തമായി ഒരു ശൈലി അവലംബിച്ച്
അത് എക്കോളജിക്കൽ കൺസേൺസിനെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ട്രഡീഷണൽ ആർക്കിടെക്ചർ ശൈലിയെ മുൻനിർത്തിക്കൊണ്ട് സ്വന്തമായ ശൈലി അവലംബിക്കുന്നു. അവിടെ സ്വാഭാവികമായ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ആളുകൾ മോഡേൺ മെറ്റീരിയൽസിൻ്റെയും ടെക്നോളജീൻ്റെയും പുറകെ പോകുന്ന ആളുകൾക്ക് മുന്നിലേക്ക് ഈ തനത് ശൈലി, എക്കോളജിക്കൽ കൺസേണും ട്രഡീഷണൽ കൺസേണും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് തനത് ശൈലി അവലംബിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ്, അതിനെ എങ്ങനെയാണ് മറികടന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് അങ്ങനെ ഒരു സമീപനത്തിലേക്ക്, ഇതാണ് എൻ്റെ ശൈലി എന്ന ഒരു തീരുമാനത്തിലേക്ക് സാർ എത്തുന്നത് എന്ന്? നമസ്കാരം. ഞാൻ പിന്നെ 10-25 വർഷമായിട്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വീടുകൾ ചെയ്യും, പല കെട്ടിടങ്ങൾ ഡിസൈൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഒരു 10 കൊല്ലം മുന്നേ വരെ നമ്മുടെ വീട്ടിലെ കുട്ടീനോടൊരു വീട് വരയ്ക്കാൻ പറഞ്ഞാൽ അവൻ വരച്ചിട്ടുണ്ടായിരുന്നത് 2 ചെറിയ ജനൽ, ഒരു വാതിൽ, 4 മേൽക്കൂര. അതായിരുന്നു വീടിനെ കുറിച്ചുള്ള നമ്മളെ ബാല്യകാല സങ്കല്പം. അല്ലെങ്കിൽ ഏതൊരു കുട്ടിയും വീട് അങ്ങനെയായിരുന്നു വെച്ചത്. പക്ഷേ ഇപ്പം ഒരു കുട്ടിയോട് വരയ്ക്കാൻ പറഞ്ഞാൽ, നഗരത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടിയോട് വീട് വരയ്ക്കാൻ പറഞ്ഞാൽ ആ കുട്ടി ഒരു പക്ഷേ ഒരു 8 മൈസൂർ പാക്ക്, അതായത് കണ്ടംപററി ഡിസൈനിൽ വരുന്ന ഇങ്ങനെ വെക്കുന്നൊരു ബീംസ് ഉണ്ട്, ഒരു 8 മൈസൂർ പാക്ക് ഞാൻ എപ്പോഴും പറയാം. ആ മൈസൂർ പാക്ക് അതിൻ്റെ ഒരു ഗ്ലാസും വെക്കും, കുറച്ച് ഗ്ലാഡിങ് ടൈലും വെക്കും, പിന്നെ കുറച്ച് ഗ്ലാഡിങ് ടൈൽ ഒട്ടിക്കും. അങ്ങനെയുള്ളൊരു പെട്ടി വാരത്തെ വീടാണ് വരയ്ക്കുന്നത്. വീടിൻ്റെ സങ്കല്പങ്ങൾ അവിടുന്ന് മാറ്റം ചെയ്യും. അതായത് പിന്നെ ഒരു കുട്ടി ചരിഞ്ഞ മേൽക്കൂരുള്ള വീട് വരച്ചിരുന്ന് ഒരു പെട്ടി വാരുള്ള വീട് വരയ്ക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ ആർക്കിടെക്ചറിനെ മാറ്റാൻ ചില പുതിയ എലമെൻറ്റുകൾ, അത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. ഇഷ്ടം എന്ന് പറയുന്നത്, എനിക്കിപ്പോൾ ഞാനിടുന്ന ഇങ്ങനത്തെ ബ്ലൗസിൻ്റെ തുണീൻ്റെ ഷർട്ടാണ്, അതിന് 60 ഉറുപ്പിക, അതാണ് ഞാൻ ഇടുക. അപ്പോൾ അതിനെക്കൊണ്ട് അത് എൻ്റെ ഇഷ്ടമാണ്. അതേസമയം അതിലും കൂടിയതോ കുറഞ്ഞ ഷർട്ട് ഇടുന്ന ഓരോ ഇഷ്ടമാതിരി വീട് ചെയ്യുന്നത് ഓരോ ആൾക്കാരും ഇഷ്ടമാണെങ്കിലും നമ്മളെ ക്ലൈമറ്റിക്കൽ കണ്ടീഷൻ, ആദ്യം ഇവിടെ മഴ ആകെ 3 മാസവും 4 മാസമേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ 9 മാസം മഴ പെയ്യുക. അത്ര ക്ലൈമറ്റിക്കൽ ചേഞ്ച് വന്നു കഴിഞ്ഞു. അപ്പോൾ ക്ലൈമറ്റിക്കൽ ചേഞ്ചുള്ള ഒരു കണ്ടീഷനിലെ ആർക്കിടെക്ചർ അല്ലെങ്കിൽ വാസ്തുശില്പം നമ്മുടെ പൂർവികർ അവലംബിച്ച നയങ്ങളായിരുന്നു, അല്ലെങ്കിൽ അത്തരം രചനകളായിരുന്നു, അല്ലെങ്കിൽ അത്തരം ശില്പങ്ങളാണ് ശരി എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതിൻ്റെ ഭാഗമാണ് പത്മനാഭസ്വാമിപുരം കൊട്ടാരാണെങ്കിലും അല്ലെങ്കിൽ അമ്പലങ്ങളാണെങ്കിലും നമ്മളെ ക്ഷേത്രങ്ങളാണെങ്കിലും പഴയ പള്ളികൾ, മസ്ജിദുകൾ, പഴയ ഗവൺമെൻറ് കെട്ടിടങ്ങളൊക്കെ ഇപ്പോഴും ഒളിമങ്ങാതെ ഈ തിരുവനന്തപുരം നഗരത്തിൽ പാസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൻ്റെ കോമ്പൗണ്ടുള്ള കാസ്ട്രയും ജാളി പോലും 100 കൊല്ലമായി നശിക്കപ്പെട്ടില്ല. നമ്മൾ അടിച്ചു പൊടിച്ചിട്ട് നിങ്ങൾ ഇടും, അല്ലെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേർ കാഴ്ച നമുക്ക് ഈ നഗരത്തിൽ കാണാൻ പറ്റും. ഇത് ഓരോ ഗ്രാമത്തിലും കാണാൻ പറ്റും, ഓരോ ആർക്കിടെക്ചറൽ സമുച്ചയങ്ങളിലും നമുക്കിത് കാണാൻ പറ്റും. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ബിൽഡിങ്സ് എന്തൊരു മനോഹരമാണ്. ഈ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ വന്നപ്പം ഇവിടുത്തെ കാലാവസ്ഥനെ മാത്രം സ്വാധീനിച്ചുകൊണ്ടാണ് അത്തരം ബിൽഡിങ്ങുകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മഴ പെയ്താൽ അത് ഒലിച്ചു പോകണം, അല്ലാണ്ട് അതൊരു ഫ്ലാറ്റ് സർഫസിൽ നിന്ന് ഒരു ചെറിയ പൈപ്പ് ഇട്ട് അതിൽ പിടിച്ചിട്ട് താഴത്തേക്ക് എത്തിച്ചാലേ അത് ഹൈഡ്രോ പ്രൊജക്റ്റ് ആക്കി മാറ്റിയാൽ മാത്രമേ വെള്ളം പുറത്തു പോകുമെന്ന് തീരുമാനിക്കുന്നത് തെറ്റാണ്. കാരണം അതുകൊണ്ടാണ് 50 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ എല്ലാ കോൺക്രീറ്റ് ബിൽഡിംഗ്, കണ്ടംപററി അടുത്ത കാലത്ത് കണ്ടംപററി ഒരു സ്പദവാക്യം മാത്രമാണ്. ഇതിൻ്റെ കണ്ടംപററിൻ്റെ പ്രോഗ്രമേഷൻ നമ്മൾ 40 കൊല്ലം വരെ മദ്രാസ് കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മളെ കേരളീയ വാസ്തുശൈലി പൂർണ്ണമായും മാറ്റപ്പെട്ടു. എന്നിട്ട് ഫ്ലാറ്റ് സ്ലാബുകൾ അടിച്ചു. മദ്രാസിൽ മഴയില്ല, ഇവിടെ പെരുമഴയാണ്. അപ്പോൾ ഈ മഴ പെയ്യുന്ന ബിൽഡിങ്ങുകളിലെ സൺഷെയ്ഡുകളിലൊക്കെ വലിയ ആലുകളും മാവുകളും പ്ലാവുകളും മുളയ്ക്കാൻ തുടങ്ങി. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ മഴവെള്ളം ഒഴുകിപ്പോയിക്കോട്ടെ എന്നുള്ള നമ്മളെ പിന്നെ ഈ ഒരു ട്രോപ്പിക്കൽ കണ്ടീഷനിലുള്ള റൂഫ് പാറ്റേൺ ഇല്ലാത്തതുകൊണ്ട് ഈ പറയുന്ന സൺഷെയ്ഡുകളിലൊക്കെ ഒരുപാട് പിന്നെ പ്ലാവും ആലും ഒക്കെ വളരാൻ തുടങ്ങി. അതിൻ്റെ അകത്തെ ചുമരുകൾ ദുർബലമാവാൻ തുടങ്ങി. അതിൽ വെച്ച മരങ്ങൾ ചതിൽ പിടിക്കാൻ തുടങ്ങി. വീട്ടിൻ്റെ ഉള്ളിൽ എല്ലാ ലോകത്തിൻ്റെയും ഭൂപടങ്ങൾ പൊന്താൻ തുടങ്ങി. ഓരോ പ്രാവശ്യം പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ഓരോ ഭൂപടം പൊന്തി വരും. ആദ്യം ആഫ്രിക്ക, ഇന്ത്യ, ഇതെല്ലാം. ഇത് അടയ്ക്കാൻ വേണ്ടി പിന്നെ അരിമാവുമായിട്ടൊരു ടീം ഇറങ്ങി, അരിമാവോസ്. അവർ കുറേ ബംഗാളികളായി, കുറേ ആൾക്കാർ വലിയ അധികം ബംഗാളികളായി പണിക്കാരുണ്ടാവുക. ഒരു 25 കോൺടാക്ട് നമ്പറും വെച്ചിട്ട് ചോർച്ച അടയ്ക്കണോ. മഴക്കാലമാകുമ്പോൾ കേരളത്തിലെ എല്ലാ പോസ്റ്റിനും ഒരു ചിത്രം കാണാം. മഴത്തുള്ളികൾ വീഴുന്നതിനിടയിൽ ചോർച്ചയോ ഒരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. ചോർച്ചയുള്ളവൻ ആ ചോർച്ച അനുഭവിച്ചവരുടെ ബുദ്ധിമുട്ടറിയാം. ഓൻ ആ ചോർച്ച എന്നുള്ള ബോർഡ് നമ്മൾ നോക്കുമ്പോൾ ചോർച്ചയോ തന്നെ നോക്കുമ്പോൾ അതിന് മഴത്തുള്ളികൾ ഉണ്ടാവും. ഉടനെ വിളിക്കും. ഒരു 5 നമ്പർ ഉണ്ടാവും. ഈ നമ്പറിൽ ഈ അരിമാവോ സംഘത്തും ഓരോ വലിയ ഡ്രമ്മിൽ ആ ഒരു വെള്ള കലക്കി ഒരു അരിമാവുമായിട്ടൊരു സാധനം കൊണ്ട് കലക്കാൻ തുടങ്ങും. എന്തൊക്കെയോ ജർമ്മൻ ടെക്നോളജി എന്ന് പറയും, സ്വിസ് ടെക്നോളജി പറയും. അവിടെ മഴയില്ലല്ലോ, പക്ഷെ എന്നാലും സ്വിസ് ടെക്നോളജി അവർ പറയാം. ഈ സ്വിസ് ടെക്നോളജിയുള്ള അരിമാവ് 4 ബംഗാളികൾ ഈ രാജഭയല്ലോ എന്ന പാട്ടൊക്കെ വെച്ചിട്ട് ഇവരിങ്ങനെ ഇത് കലക്കും. ഇത് കലക്കിയിട്ട് ടെറസിൻ്റെ മുകളിലോട്ട് പരട്ടിയിട്ട് പറയും സ്ക്വയർ ഫീറ്റിന് 75 രൂപ അല്ലെ 60 രൂപ. ഇതങ്ങ് പരട്ടി ഒരു 3 കൊല്ലം ഈ അരിമാവ് തുടച്ചിട്ട് ആദ്യത്തെ കൊല്ലം കിടന്നു. ആദ്യത്തെ കൊല്ലം പ്രശ്നമൊന്നും ഉണ്ടാവില്ല.
രണ്ടാമത്തെ കൊല്ലാകുമ്പോൾ ചെറിയൊരു ഈ ശ്രീലങ്കൻ മാപ്പ് പ്രത്യക്ഷപ്പെടും ആ സീലിങ്ങിൽ. അപ്പം വീട്ടുകാരാകെ അസ്വസ്ഥരാവും. കാരണം എന്താ, ശ്രീലങ്ക പ്രത്യക്ഷപ്പെട്ടു. അതെന്താ, അവനെ വിളിക്കുമ്പോൾ അത് സാർ പ്രശ്നമില്ല സാർ, ഞാൻ എപ്പോൾ വേണമെന്ന് ശരിയായി സാറാണ്. പിന്നെ ഇന്ത്യ ഉപഭൂഖണ്ഡങ്ങളെല്ലാം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. പിന്നെ വെള്ളത്തുള്ളികൾ വരും. ഈ അരിമാവോ സിംഗിൻ്റെ ഒറ്റ നമ്പർ വെച്ചാൽ ഈ നമ്പർ നിലവില്ല എന്ന് പറയും. അങ്ങനെ അരിമാവോ സംഘം ഇറങ്ങിയിട്ട് ഇത്തരം കോൺക്രീറ്റുകളൊക്കെ ചോർച്ചടയ്ക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഞാൻ ഇതിനെപ്പറ്റി ഞാൻ വെറുതെ മനസ്സിലാക്കി, ഞാൻ വെറുതെ ശ്രദ്ധിച്ചു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നി ഇവിടെ പഴയ ഓടുകൾ ആൾക്കാർ മതിൽ കെട്ടാനും പൊട്ടിച്ചിട്ട് കോൺക്രീറ്റിനൊക്കെ ഉപയോഗിക്കുക. ആ ഓടുകൾ എന്തൊരു റീസൈക്കിൾ ചെയ്തുകൂടാ? ആ ഓടുകൾ 3 രൂപയ്ക്ക് 5 രൂപയ്ക്ക് കിട്ടുമല്ലോ, അത് വാങ്ങിച്ചുകൂടെ, ടാക്സ് കൊടുക്കണ്ടേ? ആ ഓട് എടുത്തിട്ട് ഈ പറയുന്ന ഫ്ലാറ്റായി വാർത്ത സ്ലാബിൻ്റെ മുകളിൽ ചരിച്ചിട്ട് കഴിഞ്ഞാൽ ചൂട് കുറയൂലേ? അല്ലാണ്ട് ഒരു വിധത്തിലും ലോകത്തിലെ ചൂട് കുറയ്ക്കാൻ പറ്റില്ല, നമ്മൾ പൂർവ്വികർ തെളിയിച്ചാണല്ലോ. കാരണം ഫാനില്ലാണ്ട് നമ്മൾ പഴയ വീട്ടിൽ കിടന്നുറങ്ങിയപ്പം നമുക്ക് ചൂടുണ്ടായിരുന്നില്ലല്ലോ. സ്ലാബ് വന്നപ്പോഴല്ലേ ചൂടുണ്ടായത്. ഈ സൺഷെയ്ഡ് എന്തിനാണ്? സണ്ണ് നമുക്ക് ഷെയ്ഡ് കൊണ്ട് തകർക്കാൻ പറ്റുമോ, തടുക്കാൻ പറ്റുമോ? റെയിൻ ഷെയ്ഡല്ലേ വീടിന് ആവശ്യം. അതുകൊണ്ടല്ലേ ഇവിടുത്തെ പഴയ ആർക്കിടെക്ട്സ് ഒക്കെ തന്നെ ചരിഞ്ഞ സൺഷെയ്ഡുകൾ ബിൽഡിങ്ങിൻ്റെ മുകളിൽ വെച്ചത്. അത് 100 കൊല്ലം എടുക്കുമ്പം നമ്മളിപ്പോഴത്തെ റെയിൻ ഷെയ്ഡിൻ്റെ സ്ഥിതി എന്താ, അല്ലെ ഇവർ പറയുന്ന ഇപ്പോഴത്തെ സൺഷെയ്ഡിൻ്റെ സ്ഥിതി, അതിൽ ആലും പ്ലാവും മുളയ്ക്കും. അത് പലപ്പോഴും നിങ്ങൾക്കറിയാം, ഒരു ഏപ്രിൽ മെയ് മാസം ജൂൺ മാസം ആയി കഴിഞ്ഞാൽ മനോരമയിൽ കാണും, ടെറസിൽ നിന്ന് വീണ് മരിച്ചു, പാരപ്പറ്റിൽ നിന്ന് തലകുത്തനെ വീണ് മരിച്ചു. നമ്മൾ അറിയുന്ന സുഹൃത്തുക്കളൊക്കെ പാരപ്പറ്റും തലകുത്തനെ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്, ഓർത്തോയിൽ. എന്താ കാര്യം വെച്ചാൽ ഈ സ്ലാബിലൊക്കെ വഴുക്കലും ചോർച്ച വരുമ്പോൾ ഇലയൊക്കെ പെറുക്കാൻ വേണ്ടി ഈ സ്ലാബിൻ്റെ മുകളിൽ കയറും. ഒരു പരിചയമില്ലാത്ത ആളാണല്ലോ, അയാൾ കയറി ഇതിൽ തലയടിച്ച് വീഴും. ഈ വഴുക്കൽ ഒടുങ്ങിയിട്ട് ഇപ്പം നിറയെ വഴുക്കലേക്കും. ഈ ഓട്ട തുളയ്ക്കാൻ വന്ന ഈ ഹൈഡ്രോ പ്രോജക്റ്റിലെ വെള്ളം പുറത്താക്കാൻ വേണ്ടിയിട്ട് ഈ ഓട്ട കുത്താൻ വേണ്ടിയിട്ട് തോട്ടി കയറി പോവുക. അപ്പോൾ അത് കുത്തി തുറക്കുമ്പോൾ ഇയാൾക്ക് പരിചയമില്ലാത്ത പണിയാണല്ലോ, അയാളാണ് തലകുത്തനെ വീണ് ആസ്പത്രിയിലാവും. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഓർത്തോ കിടക്കും ഈ വേനൽക്കാലമാകുമ്പോൾ. അതൊക്കെ ഈ ആർക്കിടെക്ചറിൽ വന്ന മാറ്റങ്ങളെ കാരണമാണ്. കാരണം ചോർന്നൊലിക്കുന്ന ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുക, സൺഷെയ്ഡുകളിൽ വെള്ളം കെട്ടി നിർത്തുക, അങ്ങനെ ഒരുപാട് കാര്യം. ആകാശം നമുക്ക് പുറത്തേക്ക് ജനലിൽ കൂടെ നോക്കിയാൽ കാണാം, പക്ഷേ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആകാശം കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർക്ക്. അപ്പം എന്താ വെച്ചാൽ ആകാശം കാണാൻ വീടിൻ്റെ അകത്ത് ഗ്ലാസ് ഇടും. ഈ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ 1 മാസം 2 മാസമൊക്കെ നല്ല ഭംഗി ആകാശം കാണാം. പിന്നെ ആകാശം പറ്റി ആരെയും കാണാൻ പറ്റില്ല. അതിൻ്റെ മുകളിൽ കാക്കയൊക്കെ തൂറി നശിപ്പിച്ച് ഈ എലീനെ കൊണ്ടുവന്ന് പരുന്ത് പോസ്റ്റ്മോർട്ടം നടത്താട്ടിയിരുന്നു. അപ്പോൾ കാണാം എലീൻ്റെ മെഡലോ ബ്ലാങ്കറ്റിനും കുടലൊക്കെ ഇങ്ങനെ നോക്കി കാണാം. ഇങ്ങനെ നോക്കി കാണാനല്ലോ ഒന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഈ സ്ലാബ് ഈ ഗ്ലാസ് തുറയ്ക്കാൻ വേണ്ടി നാട്ടുകാരും കയറൂല. അയ്യോ ഞാൻ കയറില്ല അറിയും. അവസാനം നമ്മളൊരു ബംഗാളിനെ വിളിക്കും. 1000 രൂപ എടുത്തില്ല, 2000 രൂപ എടുത്തു. നമ്മൾ റിസ്ക്കാണ്, ഹൈ റിസ്ക് ജോബാണ് അത്, ഈ ഗ്ലാസ് തുടയ്ക്കൽ. ആ ഗ്ലാസിൻ്റെ മുകളിൽ കയറി ഇതൊക്കെ ക്ലീൻ ആക്കും. ഇത് എന്തൊരു ആർക്കിടെക്ചറാണ്, നമുക്ക് മനസ്സിലാവില്ല ഇത്. കാരണം ആകാശം പുറത്തു കൂടെ ജനലിനുള്ളിൽ കൂടെ നോക്കിയാക്കണം, വരാതെ കോലായി പോകുന്നത് മേലോട്ട് നോക്കിയാൽ പോരെ, നമുക്ക് ആകാശം കാണൂലേ. ആകാശം വീടിൻ്റെ അകത്തുനിന്ന് കിടന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കാണുന്ന പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അത്തരം ആകാശം കാണണ്ടെന്ന് വെക്കണം. കാരണം കേരളത്തിലെ കാലാവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു കെട്ടിടം ആവശ്യം. ഇത് പറയാൻ ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. കൂടുതൽ നമുക്ക് കുറേ പിന്നെ മനോജ് കിനി അതുപോലെ നമ്മുടെ കൂട്ടിയിരുന്ന മറ്റേ സുഹൃത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയും. അതുകൊണ്ട് ഞാൻ ഒന്ന് ഷോർട്ട് ചെയ്യാണ്. നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞിരുന്നത് ഇത്രയേ ഉള്ളൂ. ആർക്കിടെക്ചർ എന്ന് പറയുന്നത് നമുക്ക് മഴ കൊള്ളാതെ, ഇടി കൊള്ളാതെ, ഈ ചോർച്ചയില്ലാതെ, എപ്പോഴും മെയിൻ്റനൻസ് ഇല്ലാതെ. പണ്ടത്തെ വീടൊന്നും എല്ലാ കൊല്ലം പെയിൻ്റ് അടിക്കില്ല, ഒരു 10 കൊല്ലത്തിൽ ഒരിക്കലൊക്കെ പെയിൻ്റ് അടിക്കുള്ളൂ. കല്യാണമാറ്റം വരുമ്പോൾ കുറച്ച് കുമ്മായും കുറച്ച് ഗ്രേ കളർ പെയിൻറ്റും ഒക്കെ അടിക്കും. ഇപ്പം എന്താ പരിപാടി അറിയോ? പായലേ വിടാ പൂപ്പലെ വിടാന്ന് പാടുക. ഇത് പൂവേ ഇല്ല, പാട്ടുകാരില്ലാണ്ട്. പായലും വരും പൂപ്പലും വരും. വില കൂടിയ പെയിൻ്റ് അടിച്ചിട്ട് ബിൽഡിംഗ് നിലനിർത്താതെ കണ്ടുപിടിക്കുന്ന ആൾക്കാർ നമ്മൾ എന്താ ചെയ്യപ്പോൾ? പെയിൻ്റോട് ബിൽഡിംഗ് നിലനിർത്താൻ പറ്റും? 1 മീറ്റർ ചാട്ടിട്ടാൽ ബിൽഡിംഗ് പ്രൊട്ടക്റ്റ് ആയില്ലേ? അതല്ലേ ചുറ്റും കാണുന്ന ബിൽഡിങ്ങിൽ ഈ കരകൊന്ന് കൊട്ടാൻ നോക്കി എത്ര കൊല്ലായി, ഇപ്പോഴും അടിപൊളി സാധനമാണ്. ഈ ഇങ്ങനത്തെ ഒരു ബിൽഡിങ്ങിൻ്റെ എവിടെയും നനച്ചിട്ടോ ചോർച്ചയോ ഒന്നും ഉണ്ടാവില്ല. അത് വളരെ കൃത്യമായിട്ട് ഉണ്ടാക്കിയ സാധനം. അപ്പോൾ ആ രീതിയിൽ ആർക്കിടെക്ചർ തിരിച്ചു പോകണം. ചെറിയ വീടാണെങ്കിൽ പോലും നമ്മളെ കുഞ്ഞു കുട്ടികൾ പണ്ട് വരച്ച 4 മേൽക്കൂരകളുള്ള 2 ജനലുകളുള്ള ചെറിയ വാതിലുള്ള ചെറിയ വീടുകളിലേക്ക് ആളുകൾ എത്തണം. വലിയ വീട് വാങ്ങി ലോണിൽ കുടുങ്ങി ലോൺ എടുത്തവൻ ലോണാൽ എന്നുള്ളൊരവസ്ഥയിലേക്ക് കേരളത്തിലെ യുവതയും മറ്റാളുകളും മാറുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. അതിൽ നിന്നൊക്കെ മാറി കുഞ്ഞു വീടുകളിലേക്ക് മാറുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. മറ്റാരും ഈ രംഗത്തുള്ള ആൾക്കാരെ ഒന്നും ഇൻസൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ മോശമായിട്ടൊന്നുമല്ല. ഞാൻ നോക്കി കണ്ട കാഴ്ചകൾ ഞങ്ങളടുത്ത് വിശദീകരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. നമ്മൾ ഒരു റൗണ്ട് ഓഫ് ഡിസ്കഷൻ കഴിഞ്ഞു. സെക്കൻഡ് റൗണ്ടിലേക്ക് കിടക്കുകയാണ്. നമുക്ക് സമയപരിമിതി ഉണ്ട്, 11:30 കഴിഞ്ഞു. അപ്പം ഞാൻ ഒന്ന് ലെവലപ്പ് ചെയ്യുകയാണ് ക്വസ്റ്റ്യൻസിനെ. നമുക്ക് ഈ പറഞ്ഞതുപോലെ ദീർഘമായി സംസാരിക്കാനുള്ള ടോപ്പിക് ആയതുകൊണ്ട് തന്നെ വളരെ ക്രിസ്പ് ആൻഡ് ഷാർപ്പായി പോയാലേ നമുക്ക് ടൈം കൺസ്യൂംഡായി നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ സാർ ഇവിടെ ക്ലൈമറ്റിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ അതിലേക്ക് കിടക്കാമെന്ന് തോന്നുന്നു. പൊതുവെ മനോജ് കിനി സാറിനോടാണ് ചോദ്യം. പൊതുവേ നമുക്കിടയിലുള്ള ഉയർന്നു വരുന്ന ഒരു കൺസേൺ ആണ്, നമ്മുടെ ഒരു ചലഞ്ചാണ് ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ. മറ്റു ഒരുപാട് വിഷയങ്ങളുണ്ട്, പക്ഷേ
ക്ലൈമറ്റ് ചേഞ്ച് വലിയൊരു കൺസേൺ ആയിട്ട് നമ്മളെ ബാധിക്കുന്നുണ്ട്. ഞാനിത് ചോദിക്കാൻ കാരണം ആസ് ആർക്കിടെക്ട്സ് നമ്മൾ കൺസ്ട്രക്ഷനിലേക്ക് തിരിയുമ്പോൾ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് പോകുമ്പോൾ നമ്മളൊരു കോൺഷ്യസ് എഫേർട്ട് എടുക്കാറുണ്ട് സസ്റ്റൈനബിൾ മെഷേഴ്സ് ചൂസ് ചെയ്യാനായിട്ടും അതിപ്പോൾ മെറ്റീരിയലിൻ്റെ കാര്യത്തിലായാലും ടെക്നോളജിയുടെ കാര്യത്തിലായാലും ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കാനായി നമ്മൾ കോൺഷ്യസ് എഫേർട്ട് എടുക്കാറുണ്ട്. ഇപ്പോൾ ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്, നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിനൊരു ഡിസൈൻ പോളിസി ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട്. ഈ ഡിസൈൻ പോളിസിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മുടെ നിർമ്മിതികളെ ക്ലൈമറ്റ് റെസിലിയൻ്റ് ആക്കാനായിട്ട് സസ്റ്റൈനബിൾ ആക്കാനായിട്ടുള്ള മെഷേഴ്സ് സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ഈ ഡിസൈൻ പോളിസിയുടെ ഭാഗമായിട്ട് ഡിസ്കഷൻ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനുള്ള ചലഞ്ചസ് എന്തായിരിക്കും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് കൾച്ചറൽ എക്സ്പ്രഷനാണല്ലോ. ഇപ്പോൾ രണ്ടുപേരും സംസാരിച്ച കാര്യങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഒരു സത്യമാണ്. നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന് പറയുന്നത് വീടെന്ന് പറയുന്ന ഒരു സാധനം. ഇപ്പോൾ തന്നെ നമ്മുടെ വീടെന്ന് പറയുന്നത് പണ്ടുണ്ടായിരുന്ന സങ്കല്പം പോലെയല്ല. ഇപ്പോൾ ബഹുഭൂരിപക്ഷം ആൾക്കാർ നഗരങ്ങളിൽ ഫ്ലാറ്റിലായി. ഈ ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കലായിട്ടുള്ളൊരു വീടാണ്. അവിടെ ഒരു വീടല്ല ഉള്ളത്, ഏകദേശം 100ഓളം 1000ഓളം വീടുകൾ ഒരുമിച്ചുള്ള ഒരു വലിയൊരു കോൺസെപ്റ്റാണ് ഈ ഫ്ലാറ്റ് എന്ന് പറയുന്നത്, അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഡെൻസിറ്റി എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യയുടെ 3 ഇരട്ടിയാണ് കേരളത്തിൻ്റെ ആവറേജ് ഡെൻസിറ്റി. ഇന്ത്യയുടെ ആവറേജ് ഡെൻസിറ്റി 350-നും 400-നും ഇടയ്ക്കാണെങ്കിൽ കേരളത്തിൻ്റെത് 1000-ആണ്. അവിടെ തന്നെ നമ്മുടെ കോസ്റ്റൽ റീജിയൻ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ അർബൻ അഗ്ലോമറേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ഒരു ഏരിയയിൽ ഏകദേശം 6ഓളം വളരെ മേജർ അർബൻ അഗ്ലോമറേഷൻസ് ഉണ്ട്. ഈ അർബൻ അഗ്ലോമറേഷനുകളിൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് 4000-ആണ്. ഒരു 4000 ആൾക്കാരാണ് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ താമസിക്കുന്നത്. ഇനി ഇതിൻ്റെ ഏറ്റവും വിരോധാഭാസം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ടോട്ടൽ ഏരിയ എടുത്തു കഴിഞ്ഞാൽ അവിടെ വെറും 30% മാത്രമേ ശരിക്കും ഹാബിറ്റബിൾ ആയിട്ടുള്ളൂ. അതായത് വീട് വെക്കാൻ യോഗ്യമായിട്ടുള്ളത് 30% സ്ഥലമാണ്. ബാക്കിയെല്ലാം ഇക്കോളജിക്കലി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇങ്ങനെയുള്ള സ്ഥലത്ത് വീടുകൾ വെക്കാൻ പാടില്ല. പലപ്പോഴും നമ്മൾ വീടുകൾ കിട്ടുന്നത് ഇങ്ങനെയുള്ള സ്ഥലത്തായതുകൊണ്ടാണ് പ്രകൃതി ദുരന്തങ്ങൾക്ക് നമ്മൾ സാക്ഷിയാവുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് എവിടെ വീട് കെട്ടണം എന്ന് നമുക്ക് അറിയില്ല. ഫ്രാങ്ക്ലി സ്പീക്കിംഗ് അതിനുള്ള ഗൈഡ് ലൈൻസ് ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിനൊക്കെ വളരെയധികം പഠനങ്ങളൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, നമുക്കൊരു വീടിനെ ചുറ്റിപ്പറ്റി മാത്രം നമുക്ക് ഈ ഒരു കാര്യത്തിനെ അഭിമുഖീകരിക്കാനാവില്ല, ട്രീറ്റ് ചെയ്യാനാവില്ല. കാര്യം എന്ന് വെച്ചാൽ ഈ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നതിനകത്ത് വളരെയധികം കോംപ്ലക്സിറ്റീസ് ഉണ്ട്. അവിടെ ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു എലിമെൻറ്റ് മാത്രമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആവാസ വ്യവസ്ഥ. നേരത്തെ ഈ നമ്മുടെ ട്രഡീഷണൽ ബിൽഡിങ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നിങ്ങൾക്കെല്ലാം പരിചയം ഉണ്ടായിരിക്കാം, അറിവുണ്ടായിരിക്കാം. പഴയ ഒരു കെട്ടിടം പൊളിച്ചെടുത്ത് പോയി നിങ്ങൾ നോക്കുക, ഒരു ചെറിയൊരു ഡെബ്രി പോലും നമുക്ക് കിട്ടില്ല. കാരണം വെച്ചാൽ ആ മെറ്റീരിയൽസ് ഫുള്ള് ഒന്നുകിൽ മണ്ണിൽ ലയിച്ച് ചേരും, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് പുനരുപയോഗിപ്പിക്കാൻ പറ്റും. ഇതല്ലാത്തൊരു മെറ്റീരിയൽ, ഒരു ബിൽഡിംഗ് പൊളിച്ചെടുത്ത് ഒരു വേസ്റ്റ്. അതേസമയം ഇന്നത്തെ ഈ ആധുനികമായിട്ടുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു കഴിഞ്ഞാൽ അവിടെ മൊത്തം വേസ്റ്റ് ആയിരിക്കും. കാരണം വെച്ചാൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഡെബ്രി അവിടെ കെട്ടിക്കിടക്കും. അത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് പിന്നൊരു ചടങ്ങായിട്ട് മാറുകയാണ്. അതുമാത്രമല്ല, പലപ്പോഴും നമ്മൾ വീടുകളെ കാണുന്നത് വീട് മാത്രമായിട്ടാണ്. ഒരിക്കലും നമുക്ക് ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ പറയുന്ന വീട് മാത്രമല്ല, വീടിൻ്റെ പരിസരവും കൂടെ ഉൾപ്പെട്ടതാണ്. അപ്പോൾ വീടിൻ്റെ പരിസരം ഉൾപ്പെടുക എന്ന് പറയുമ്പോൾ അവിടുത്തെ അതായത് അതിന് ചുറ്റുമുള്ള ഫ്ലോറ ഫോണ എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാണുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ആവാസ വ്യവസ്ഥ ഡിസൈൻ ചെയ്യുമ്പോൾ അവിടുത്തെ കെട്ടിടങ്ങൾ മാത്രമല്ല, ചുറ്റിനുമുള്ള ലാൻഡ്സ്കേപ്പ്, അവിടെയുള്ള നമ്മൾ അവിടെ ചെയ്യാൻ പോകുന്ന പ്ലാന്റേഷൻ, എന്ത് ടൈപ്പ് മരങ്ങൾ വയ്ക്കും, എന്ത് ടൈപ്പ് ഓഫ് ഓപ്പണിങ്സ് ആയിരിക്കും കൊടുക്കുക, ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ ഡിസൈൻ പോളിസിയിൽ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് 9 വെർട്ടിക്കൽസ് ഉണ്ട്. കൃത്യമായിട്ടും അതിനകത്ത് ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ ചെയ്യണം, ബിൽഡിങ്സിനെ എങ്ങനെ, ആർക്കിടെക്ചറിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ലാൻഡ്സ്കേപ്പിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, എന്തൊക്കെ കൺസർവ് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ മേഖലകളെയും തൊട്ടുകൊണ്ട് ഏകദേശം 300ഓളം വിദഗ്ധന്മാർ, ഇന്ത്യയിലൊട്ടാകെയുള്ള 300ഓളം വിദഗ്ധന്മാർ ഒരുമിച്ചിരുന്ന്
ഓരോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ വിഭാഗം ആൾക്കാരും, ആർക്കിടെക്ട്സ് ആവട്ടെ, എഞ്ചിനീയേഴ്സ് ആവട്ടെ, ഇക്കോളജിസ്റ്റ് ആവട്ടെ, ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ട്സ് ആവട്ടെ, ഇവരെല്ലാം ഒരുമിച്ചിരുന്ന് ഉണ്ടാക്കിയെടുത്ത വലിയൊരു ഡോക്യുമെൻ്റാണ് ഈ ഡിസൈൻ പോളിസി. അത് നമ്മുടെ നെറ്റിൽ സെർച്ച് ചെയ്താൽ എല്ലാവർക്കും കിട്ടും. അതൊരു പബ്ലിക് ഡോക്യുമെൻ്റാണ്. പക്ഷേ ഇപ്പോഴും ഈ ഡിസൈൻ പോളിസിയുടെ അടുത്ത ലെവൽ, അതായത് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമല്ലോ. പോളിസി എന്ന് പറഞ്ഞാൽ നേരേഖയാണ്. ഈ നേരേഖയെ ജനങ്ങൾ സ്വീകരിച്ച് ഇത് അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഗവൺമെൻറ് തലത്തിൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു എഫർട്ട് ഉണ്ടാവണം. അതിന് അടുത്ത ലെവലിൽ നടക്കും. അടുത്ത് നമ്മൾ ചെയ്യേണ്ട നമുക്ക് അവയർനെസ് ഉണ്ടാവണം. ഇപ്പോൾ തന്നെ ഡിസൈൻ പോളിസി ഉണ്ടെന്ന് പറയുമ്പോഴും പലർക്കും അറിയില്ല അതെവിടെ. ഇത് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. അവിടെ കൃത്യമായിട്ടും ഈ സാധനം ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി ഇൻഡിവിജ്വൽസ്, ഇവിടെ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് മാത്രമല്ലല്ലോ പല കാര്യങ്ങളും തീരുമാനമെടുക്കുന്നത്. അതിന് അവയർനെസ് ഉണ്ടാവണം. ഈ അവയർനെസ്സിന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന മാധ്യമങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ ഈ അവയർനെസ് ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങൾ വഴി ജനങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്താണ് ഡിസൈൻ, ഈ ഡിസൈൻ രൂപകൽപ്പനയ്ക്ക് ജീവിതത്തിന് എന്താണ് മഹത്വം, എങ്ങനെയാണ് അതിനെ നമുക്ക് നല്ല രീതിയിലോട്ട് ഈ പറയുന്ന നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ചർച്ചകൾ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ കൂടെ പുറത്തു വരണം. ഏറ്റവും പ്രധാനം രൂപകൽപ്പനയുടെ പ്രസക്തിയെക്കുറിച്ച് ക്ലാസ്, അതായത് ചെറിയ കുട്ടികളിൽ അവബോധമുണ്ടാക്കുക. അത് എഡ്യൂക്കേഷൻ, അവിടെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാതലായിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതിനെ ബോധവത്കരിക്കുക. സ്കൂളുകൾ ഇതിനു വേണ്ടിയുള്ള സമ്പ്രദായം, ഇപ്പോൾ നമ്മൾ പണ്ട് സ്കൂളുകളിൽ മോറൽ സയൻസ് പഠിപ്പിക്കുമായിരുന്നു, അതേപോലെ ആർട്ട് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളെല്ലാം ഈ പറയുന്ന ഈ പ്രൊഫഷണൽ കോഴ്സ് എന്നുള്ള ഒരു ഇംഗ്ലീഷിലോട്ട് പോകുമ്പോൾ പലപ്പോഴും എന്ത് പറ്റുമെന്ന് പറയുന്ന സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങളിൽ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതാവുന്നു, അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന ആൾക്കാരുടെ എണ്ണം കുറയുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ശാസ്ത്രത്തിന് മാത്രമായിട്ട് സമൂഹത്തിൽ എക്സിസ്റ്റൻസ് ഇല്ല. അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന സാമൂഹ്യശാസ്ത്രത്തിന് വളരെയധികം പങ്കുണ്ട്. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് സാമൂഹ്യശാസ്ത്രമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ ഇതാണ് ഡിസൈൻ പോളിസി എന്ന് പറയുന്നത്. ഡിസൈൻ പോളിസി എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഡോക്യുമെൻ്റാണ്, ഒരു ഇൻ്റഗ്രേറ്റഡ് ഡോക്യുമെൻ്റാണ്. അവിടെ ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്, പല വെർട്ടിക്കൽസ് അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന് പല തലത്തിലുള്ള ഇംപ്ലിമെൻറ്റേഷനാണ് ഇനി നമ്മൾ മുമ്പോട്ട് വെക്കുന്ന വഴി. അതിനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സർ. ഇപ്പോൾ ഇവിടെ സർ പറഞ്ഞതുപോലെ ആദ്യമായി സ്വന്തമായൊരു ഡിസൈൻ പോളിസി ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ഇപ്പോൾ സർ ഇവിടെ സൂചിപ്പിച്ചു അതിനെക്കുറിച്ച്, അതിൻ്റെ വെർട്ടിക്കൽസിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ അതിൽ നേരിടാൻ വേണ്ടി പോകുന്നൊരു ചലഞ്ച് എന്ന് പറയുന്നത് അവയർനെസ് തന്നെയാണ്. പബ്ലിക് അവയർനെസ് കൊടുക്കുക, അത് ഏത് മീഡിയത്തിലൂടെ കൊടുക്കുക എന്നുള്ളതാണ്. ഈ ലാക്ക് ഓഫ് അവയർനെസ് ഒരു ഘടകം തന്നെയാണ്. ഏത് പ്രശ്നം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ലാക്ക് ഓഫ് അവയർനെസ് ഒരു ഘടകമാണ്. നിരഞ്ജൻ സാറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ആർക്കിടെക്ചറൽ പ്രാക്ടീസിൻ്റെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ പറഞ്ഞതുപോലെ ക്ലൈമറ്റ് ചേഞ്ച് പോലുള്ള കൺസേൺസിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായി ശ്രമിക്കാറുണ്ട്. പക്ഷേ അവിടെ ഈ പറഞ്ഞ പോലെ ലാക്ക് ഓഫ് അവയർനെസ് എന്ന ഘടകം പോലെ തന്നെ നമ്മുടെ മുന്നിൽ വരുന്ന വീടെന്ന സ്വപ്നവുമായി നമ്മുടെ മുന്നിൽ വരുന്ന മനുഷ്യനെ സംബന്ധിച്ച് ബഡ്ജറ്റ് എന്ന് പറയുന്നതും ഒരു ഘടകമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത് സസ്റ്റൈനബിൾ ആകേണ്ടത് അല്ലെങ്കിൽ ക്ലൈമറ്റ് റെസിലിയൻ്റ് ആവേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള അവയർനെസ് ഇല്ലായ്മയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസും ഒരു ഘടകമായിരിക്കും. അപ്പോൾ അങ്ങനെയൊരു കോൺഫ്ലിക്റ്റിൽ ഒരു ആർക്കിടെക്റ്റ് ക്ലയൻറ്റ് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എങ്ങനെയായിരിക്കും? ആ ഒരു കോൺഫ്ലിക്റ്റിനെ നമ്മൾ എങ്ങനെയാണ് മറികടക്കേണ്ടത്, അല്ലെങ്കിൽ മറികടക്കാൻ ശ്രമിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇതൊരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കാര്യം ഈ വളരെ ആസ്പിറേഷണൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇൻസ്റ്റഗ്രാമും ഈ പറഞ്ഞ പോലെ മീഡിയയും റോങ് സൈഡ് ഓഫ് ദി, ഇപ്പം അവയർനെസ്സിൻ്റെ കുറവ് തന്നെയാണ് ആക്ച്വലി. ഒരു റോങ് സൈഡ് ഓഫ് ദി ആർക്കിടെക്ചറാണ് എപ്പോഴും പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവയർനെസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു മെയിൻ ചലഞ്ച്. ആൾക്കാർക്ക് എന്ത് ദോഷം ഉണ്ടാക്കും, എന്തിനാണ് വീട് വയ്ക്കുന്നത്? ഇപ്പം ഒരാളെൻ്റെ അടുത്ത് വന്ന് പറയുന്നത് എനിക്ക് 5 ബെഡ്റൂമുള്ള വീട് വേണം, 2 കുട്ടികളുള്ള ഒരു ഫാമിലി ആയിരിക്കും വന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ആക്ച്വലി അത്രയും വലിയ വീടിൻ്റെ ആവശ്യമില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ റൂമിൻ്റെ എണ്ണം കുറയ്ക്കും. ബഡ്ജറ്റ് കുറയണമെന്നുണ്ടെങ്കിൽ റൂമിൻ്റെ എണ്ണം കുറയണം. ഒരു വർഷത്തിലൊരിക്കൽ വരുന്ന ഒരു ഗസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് ഒരു ഗസ്റ്റ് റൂം ഉണ്ടാക്കുന്നത്? അപ്പം നമ്മൾ ഈ വീടിൻ്റെ ഫുട് പ്രിൻറ്റ് കുറയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ എന്താ പറയുന്നത്, നമ്മുടെ ഫുട് പ്രിൻറ്റ്, അതായത് നമ്മുടെ എക്കോളജിക്കൽ ഫുട് പ്രിൻറ്റ് കുറയാണ്. പിന്നെ ഈ പീരിയോഡിക്കൽ മെയിൻ്റനൻസ് വരുന്ന സാധനങ്ങൾ, ഇപ്പം നേരത്തെ ജയൻ സാർ പറഞ്ഞ പോലെ എപ്പോഴും നമുക്ക് മെയിൻ്റനൻസ് ആവശ്യമായിട്ടുള്ളൊരു ആർക്കിടെക്ചർ നമ്മൾ പോവാതിരിക്കുക. പിന്നെ എയർ കണ്ടീഷനിങ് പരമാവധി ഒഴിവാക്കുക. അതിന് ആർക്കിടെക്ചർ കൊണ്ട് പറ്റും. ആർക്കിടെക്ചർ കൊണ്ട് മാത്രമാണ്, ഈ മോശം ആർക്കിടെക്ചർ കൊണ്ട് മാത്രമാണ് ആൾക്കാർ AC വയ്ക്കുന്നത്.
ഇപ്പം ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ ഞാൻ ഇതുവരെ AC വെച്ചിട്ടില്ല. ഞാൻ ജനൽ തുറന്നു തന്നെ ഇടുന്നത്. ഇപ്പോൾ മൊസ്കിറ്റോ മെഷീൻ വെച്ച് തീരുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഞാൻ അവയർനെസ് കൊടുക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം ഫുട് പ്രിൻറ്റ് കുറയ്ക്കുക, നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് കുറയ്ക്കുക. നിങ്ങൾക്ക് എന്തിനാണ് ഇത്രയധികം സ്റ്റോറേജ് വേണ്ടത്? നിങ്ങൾ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് എടുത്ത് കളയുന്ന സാധനം എന്തിനാണ് വെറുതെ സൂക്ഷിച്ച് വയ്ക്കുന്നത്? വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിക്കുക. ഈ മിനിമലിസം വന്നതൊക്കെ അങ്ങനെയാണ്. നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ കൂട്ടി സ്ഥലത്ത് കുത്തി നിറച്ച് എത്ര സ്ഥലം കൊടുത്താൽ അത്രയും സ്ഥലം ഫില്ല് ചെയ്യാനുള്ള സാധനങ്ങൾ നമുക്കുണ്ടാവും. അത് കുറയ്ക്കുക. അപ്പം നമ്മൾ മിനിമൽ ആകുമ്പോൾ തന്നെ നമ്മുടെ എക്കോളജിക്കൽ ഫുട് പ്രിൻറ്റ് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ അവയർനെസ് കൊണ്ടുണ്ടാകുന്ന ആർക്കിടെക്ചറുള്ള മാറ്റം ഇനി വരാൻ ഡിസൈൻ പോളിസിയായി ഡിസൈൻ അത് ഒരു ലോ ആയി വന്ന് അത് ആൾക്കാർ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് സമയമെടുക്കും. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾ കുറയ്ക്കുക, അല്ലെങ്കിൽ കുറയ്ക്കാന്നല്ല, നമ്മൾ ആഗ്രഹങ്ങൾ വേണം, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണം. പക്ഷേ വേണ്ടാത്ത സാധനങ്ങൾ, കളയാൻ പറ്റുന്ന സാധനങ്ങൾ കളയുക, ഉപേക്ഷിക്കാൻ പറ്റുന്ന ഉപേക്ഷിക്കുക, മിനിമലിസ്റ്റ് ആവുക. അങ്ങനെ നമുക്ക് ഈ ക്ലൈമറ്റ് ചലഞ്ചിനെ ഒരു പരിധി വരെ നമുക്ക് കോമ്പാറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം നമ്മൾ ഈ ഭൂമിയിൽ ഏതായാലും വന്നുപോയി, നമ്മളിത് ജീവിച്ചേ പറ്റൂ. നമ്മളത് എങ്ങനെ നമ്മൾ ബാക്കിയുള്ളവർക്ക് ദ്രോഹം ഉണ്ടാക്കാതെ, അടുത്ത തലമുറയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത്. നമ്മളിവിടെ നേരത്തെ പറഞ്ഞു, ഷെൽട്ടർ എന്നതിൽ നിന്ന് മാറിയിട്ട് നമ്മളൊരു സാമൂഹിക ഘടനയുടെ ഭാഗമായിട്ട് സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക പശ്ചാത്തലത്തിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ടാണ് നമ്മൾ വീടിനെ കണക്കാക്കപ്പെടുന്നത്. ഒരു കാലം വരെ ആർക്കിടെക്ചറിനെയും ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ആർക്കിടെക്ചറൽ പ്രാക്ടീസിനെയും നമ്മൾ റീഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം നിരഞ്ജൻ സാർ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാമബിൾ ആവുക എന്ന് പറയുന്ന ഒരു പ്രാക്ടീസിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഡിസൈൻ ഫങ്ഷണൽ ആവുക എന്നതിനപ്പുറത്തേക്ക് എന്തിനേയും മാർക്കറ്റ് വൽക്കരിക്കപ്പെടുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമബിൾ ആവുക, ഏത് മൊമെൻറ്റിനെയും സെല്ല് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത്തരത്തിലൊരു മാർക്കറ്റ് ഡ്രിവനായി നിൽക്കുന്ന ഒരു സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ഒരു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിനെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുകയാണെങ്കിൽ നമ്മളിവിടെ ചോദിച്ചതുപോലെ നാടോടുന്നതിനനുസരിച്ച് വീടോടേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ജയൻ സാറിൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിക്കാനുള്ള ഒരു അവസാനത്തെ ചോദ്യം എന്ന നിലയ്ക്ക് ചോദിക്കാനുള്ളത്. മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അതായത് മാർക്കറ്റ് ഡ്രിവനായിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ, എന്തും ഇൻസ്റ്റഗ്രാമബിളായി മാറുന്ന ഒരു സൊസൈറ്റിയിൽ നമ്മൾ വീട് നിർമ്മാണം അല്ലെങ്കിൽ നമ്മുടെ ഒരു ആർക്കിടെക്ചറൽ പ്രാക്ടീസ് അതിനനുസരിച്ച് ഓടേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ഈ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ, വീടുണ്ടാക്കാൻ വരുന്ന ആൾക്കാർ കുറേ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ചെയ്തെടുക്കുക. എൻ്റെ വീട്ടിൽ അത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം. എത്ര രൂപ കയ്യിലുണ്ട്? 25 ലക്ഷം ഉണ്ട്. അതായത് ശ്രീനിവാസനും മോഹൻലാലും കൂടി പണ്ടൊരു വാടക വീട് എടുക്കാൻ പോയ മാതിരിയാണ്. അവിടെ കാർ നിർത്താൻ സൗകര്യം ഉണ്ടാവുമോ, എത്ര ബെഡ്റൂം ഉണ്ടാവും, കുടുംബക്കാരൊന്നും താമസിക്കാൻ സ്ഥലം ഉണ്ടാവുമോ, എന്നാൽ വാടക അത്ര കൊടുക്കാൻ പറ്റില്ല. അതേമാതിരിയാണ്. ആകെ 25 ലക്ഷം ഉണ്ടാവും, ഒരു 1.5 കോടീൻ്റെ സ്വപ്നം ഉണ്ടാവും. കാരണം ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന മുഴുവൻ കോടീശ്വരന്മാരെ വീടുകളെ പകിട്ടുകളും അവിടുത്തെ വർണ്ണ പകിട്ടുകളാണ്. അത് കണ്ട് പകച്ചിട്ട് ഈ വീട് കഷ്ടപ്പെട്ട് കടമൊക്കെ എടുത്ത് ലോഡൊക്കെ എടുത്ത് ഉണ്ടാക്കുന്ന ഒരു വീടുണ്ടാക്കിയിട്ട് നാടോടുമ്പം വീട് വെച്ച് ഓടാൻ വേണ്ടി ശ്രമിക്കുന്നോ, വീട് വെച്ച് കഴിഞ്ഞ് ഒരു 1.5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഒരു വാടക വീട്ടിൽ നിന്നൊരു വീട് വെക്കാൻ ആലോചിക്കും. അതാണ് ഏറ്റവും വലിയ കോമഡി. ഒരു വാടക വീട്ടിൽ നിന്ന് ഒരു വീട് കെട്ടെ ആലോചിച്ചിട്ട് ഒരു വീടുണ്ടാക്കാൻ ആലോചിക്കും. ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും അതിൽ കണ്ട എല്ലാ സെലിബ്രിറ്റീസിൻ്റെയും അല്ലാത്തവരും എല്ലാവരുടെ വീടുകളും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എയിൽ വന്നവരും കൂടെ ആളെ വീടാണെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അങ്ങനത്തെ വീട്ടിലെ സീനൊക്കെ കൊണ്ടുവന്ന് ഈ വീട് സ്വപ്നം കാണും. എന്നിട്ട് കണ്ട് ഇതെല്ലാം കൂടി ചെയ്ത് അവസാനം വീട്ടിൽ കൂടി 9 മാസം 10 മാസം കഴിയുമ്പോൾ ഇവന് ലോൺ കൊടുത്തിട്ടുണ്ടാവുക സഹകരണ ബാങ്ക്, അല്ലെങ്കിൽ സഹകരിക്കാത്ത ബാങ്ക്, നാഷണൽ ബാങ്ക്, ഏതെങ്കിലും ബാങ്ക്. ഈ ബാങ്കിൻ്റെ മാനേജർ നോട്ടീസ് ആയിട്ട് വരും ഇതിൻ്റെ ലോൺ അടയ്ക്കാൻ പറ്റാണ്ട്. അങ്ങനെ ലോൺ എടുക്കാൻ പറ്റാണ്ട് ഈ വീട് ബാങ്ക് ജപ്തി ചെയ്യുന്ന ന്യൂസുകളാണ് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും എല്ലാ ദേശീയ മലയാള മനോരമയിലും മാതൃഭൂമിയിലും കാണാം. ഈ ബാങ്കിൻ്റെ പരസ്യങ്ങൾ. രവീന്ദ്രൻ മകൻ സോമശേഖരൻ 10 സെൻറ്റ് സ്ഥലം ടെറസിട്ട വീട് ജപ്തി ചെയ്തിരിക്കുന്നുണ്ട്. ഒരുപാട് നിങ്ങൾ പണ്ട് PSC ലിസ്റ്റ് വരുന്ന മാതിരി കാണാം ഇങ്ങനെ വരുന്നത്. ഇത് വരുന്നത് ഈ പറയുന്ന പിന്നെ അമിത പറഞ്ഞ പോലെ ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെയും സോഷ്യൽ മീഡിയൻ്റെയും പുറകെ പോകുന്നതിനെ കൊണ്ടാണ്. അപ്പം അതിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു ബന്ധവുമില്ലാതെ ലോൺ എടുത്ത് ഈ പറയുന്ന മീഡിയ കാണുന്ന കാര്യങ്ങൾ വെച്ച് ബാത്റൂമിൽ എന്തൊക്കെ സൗകര്യം വേണമെന്ന് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ കിട്ടും, അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും. ഇതൊക്കെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഫണ്ട് മാത്രം ഉണ്ടാവില്ല. ഒരിക്കലല്ലേ വീട് ഉണ്ടാക്കുള്ളൂ എന്ന് പറഞ്ഞ് വീട്ടുകാരും നാട്ടുകാരും നമ്മളെ കൂടും. ആ വീട് ഒരിക്കലേ ഉണ്ടാവുള്ളൂ. വാടക വീട്ടിൽ നിന്ന് വീണ്ടും വാടക വീട്ടിലെത്താൻ ഏറ്റവും നല്ല പണി ഈ ഇൻസ്റ്റാഗ്രാമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി, അല്ലെങ്കിൽ ഓരോ മീഡിയയിൽ വരുന്ന മറ്റുള്ളവരുടെ വീട് നോക്കി. ഒന്നിടെ പരസ്യം ഉണ്ടായിരുന്നു, അയൽക്കാരൻ്റെ ആനന്ദം അസൂയാവുന്ന മാതിരി. അങ്ങനെ വരുന്നൊരവസ്ഥയിലാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത്.
അതാണ് ഇതിൻ്റെ കാര്യം. കാരണം വെറുതെ നമ്മൾ പിന്നെ ഈ സോഷ്യൽ മീഡിയയിലും മാഗസീനിലൊക്കെ കാണുന്ന നമുക്ക് പൊന്താത്ത കാര്യങ്ങൾ ഇത് പൊക്കും. അപ്പോൾ ലോൺ എടുത്തവൻ ലോണാൽ എന്നുള്ള അർത്ഥവത്വം. കാരണം ലോൺ എടുത്തവൻ ലോണാൽ, പണ്ട് വാളെടുത്തവൻ വാണാല. എത്ര വീടുകളാണ് വെക്കാൻ വെച്ചത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജപ്തി നടക്കുന്നത് വീടുകളിലാണ്, വണ്ടികളിലല്ല. വണ്ടികൾ ആകെ എടുത്ത് എവിടെ ഇട്ടിച്ച് ഓടിക്കയച്ചിലാവും. വീട് എവിടെയും ഇട്ട് ഓടിക്കയച്ചിലാൻ പറ്റില്ല. വീട് അത് കൊണ്ടേ പോകും. അങ്ങനെ വീടുകൾ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്താനുള്ള കാരണം, വീടുകൾ ഉണ്ടാക്കുമ്പം 2 അടുക്കള, എന്നിട്ട് സ്വിഗ്ഗിയിലേക്ക് ഓർഡർ ചെയ്യും. ഒരടുക്കള ആൾക്കാരെ കാണിക്കാൻ, 2ാമത്തെ അടുക്കള കുക്ക് ചെയ്യാൻ, 3ാമത്തെ അടുക്കള പുകയില്ലാത്ത അടുപ്പ് വെക്കാനുള്ളത്. അത് ഒരിക്കലും പുകയില്ല. അതിൻ്റെ പേര് തന്നെ ഒരിക്കലും അത് പുകയില്ല. വീട്ടുകൂടെ നന്നേ പുകയുള്ളൂ. പിന്നെ പുകയില്ലേ. പിന്നെ വീട്ടിലാരും വിരുന്ന് തന്നാൽ അപ്പം തന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്യും. ബിരിയാണി, പൊറോട്ട, കറി, കോഴിക്കറി എല്ലാം. എന്നിട്ട് അപ്പോൾ 3 കിച്ചൺ ഉണ്ടാവും വീട്ടിൽ. ഒരു കാര്യമില്ല. വലിയ ബാത്റൂമുകൾ ഉണ്ടാക്കും, വലിയ ബാത്റൂമുകൾ. ആ ബാത്റൂം എന്താ കാര്യം? അതൊരു ഞാനൊരു സോഷ്യൽ മീഡിയ കണ്ട് വലിയൊരു ബാത്റൂം തന്നെ സുഖമായി കുളിക്കുക, അതിൽ സുഖമായിട്ട് വീഴുകയും ചെയ്യാം. കാരണം ഓർത്തോയിൽ അധികം ആൾക്കാർ അഡ്മിറ്റ് ആയി ഉണ്ടാവുക വലിയ ബാത്റൂമിൽ കുളിക്കുമ്പോൾ. കാരണം പടാർ ടമാർന്ന് അടിച്ച് വീണു, അങ്ങനെ എല്ല് പൊട്ടി പോകും. ചെറിയ ബാത്റൂമാണ് എന്താ പറയുക, ഒരു ചുമര് ഇങ്ങനെ കിട്ടും, മെല്ലെ സ്ലോ മോഷൻ ഇങ്ങനെ വീഴാം. മറ്റ് ടമാർ പടാർന്ന് അടിച്ച് എവിടെയും ചതറിപ്പോവും. അതേമാതിരി ഉള്ള സ്റ്റഡി റൂമുകളിൽ കുട്ടികളെ കൊണ്ടുപോയി നമ്മുടെ സ്റ്റഡി റൂം ഉണ്ടാക്കുക. സ്റ്റഡി റൂം പഠിച്ചിട്ട് ആരും നേരെ കഴിച്ചില്ലല്ലോ. സ്റ്റഡി റൂം പഠിച്ച ആരും മഹാന്മാരെ ഞാൻ അത് കേട്ടില്ല. സ്റ്റഡി റൂം പഠിക്കാത്തവരോ എല്ലാവരും കഴിച്ചിലാവുക. സ്റ്റഡി റൂം ഉണ്ടാക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ട്. വീടിൻ്റെ അടുത്ത് വലിയ അമ്പലം ഉണ്ടാവും, അതിൻ്റെ അടുത്ത് വീട്ടിൽ തന്നെ വലിയൊരു കാവ് ഉണ്ടാക്കും. മണിയൊക്കെ തൂക്കി വീട്ടിൽ കയറിയാൽ പേടിയോ എല്ലാം കൂടി. ഒരു പ്രതിമയും വെച്ചേക്കുക അതിൻ്റെ ഉള്ളിൽ. ആകെ ബേജാറാണ് വീട്ടിൽ കയറിയ. ആരാധനാലയം വീട്ടിനുള്ളിൽ ഒരു അമ്പലമാരി ഉണ്ടാക്കിയ ചെങ്ങനെ ഉണ്ടാവും. അമ്പലത്തിൻ്റെ പരിശുദ്ധിയിൽ അവിടെ പുറത്തുണ്ടല്ലോ, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. അങ്ങനെ ചിന്തിക്കുന്നില്ല. അതേമാതിരി ഓരോ കാര്യങ്ങളും നമ്മൾ ബെഡ്റൂമിൽ ഒരുപാട് സൗകര്യം വേണം. ഒന്നിരുന്ന് എഴുതാനൊക്കെ. ഇവരൊക്കെ എഴുത്തുകാരായിട്ടാണല്ലോ ഒരുപാട് ബെഡ്റൂം വലുതാക്കേണ്ടത്. അങ്ങനെയല്ല, ബെഡ്റൂമൊക്കെ ആവശ്യത്തിന് മാത്രം വലിപ്പം മതി. 12, 10, 11, 12 ഒക്കെ ഉള്ള ബെഡ്റൂമുകൾ മാത്രമേ ആവശ്യമുള്ളൂ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സർ. നമുക്ക് സമയ പരിമിതിയുണ്ട്. നമുക്ക് ഇനി ഓഡിയൻസിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോകേണ്ടതുണ്ട്. ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് AC യുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അത് ശരിയാണെന്ന് എനിക്കും തോന്നി. അത് ശരിക്കും എത്ര നില മുതൽ മുകളിലോട്ടാണ് എന്നുള്ളതാണ്. AC ആവശ്യമില്ലാതെ ശരിക്കും കൊതുക് കയറാതിരിക്കാൻ വേണ്ടി ഒരു നെറ്റ് വെച്ചാൽ മതിയാവുമെന്ന് പറഞ്ഞല്ലോ. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് കേട്ടാൽ കൊള്ളാം. ഇത് ആക്ച്വലി ഞാൻ താമസിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അവിടെ സൈഡിൽ അടുത്ത വീടുകൾക്കുള്ള മരങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് കംഫർട്ടബിളാണ്. പക്ഷേ മേലോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും മുകളിലോട്ട് ചെല്ലുമ്പോൾ ആക്ച്വലി നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഡിസൈനിനകത്തും വരേണ്ട ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ചില ബിൽഡേഴ്സ് അത് വളരെ കോൺഷ്യസ് ആയിട്ട് ചെയ്യാറുണ്ട്. ഈ ചൂട് നമുക്ക് ഭിത്തി കൂടാണ് കൂടുതലും വരുന്നത്. ഇപ്പം അപ്പാർട്ട്മെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മേളത്തെ നിലയുടെ മുകളിൽ സർവീസസിൻ്റെ ഒരു ഫ്ലോർ ഉണ്ടാവും. അവിടെ വാട്ടർ ടാങ്കും അതിൻ്റെ സാധനങ്ങളും എല്ലാം ഉണ്ടാവും. അവിടെ ആക്ച്വലി കംഫർട്ടബിളാണ്. താഴോട്ടും എന്തായാലും റൂഫിൽ നിന്നുള്ള ചൂട് വരില്ല. പിന്നെ വരുന്ന ചൂട് ഭിത്തിയിൽ നിന്ന് മാത്രമാണ്. പിന്നെ രണ്ടാമതുള്ളൊരു കാര്യം, ജനലിനകത്തൂടെ നമ്മൾ പുറത്തേക്ക് കാണുന്ന സ്കൈ, അവിടുന്ന് നമുക്ക് കിട്ടുന്ന ഗ്ലെയർ, അതിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ചൂടുണ്ട്. ഇതാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. ശരിക്കും നല്ല വെന്റിലേഷനും പിന്നെ ഭിത്തിയിൽ നിന്ന് വരുന്ന ചൂട് കട്ട് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി വളരെ കാര്യമായിട്ട് നമുക്ക് AC ഒഴിവാക്കാൻ തന്നെ പറ്റും. സമ്മറിലൊക്കെ വല്ലപ്പോഴും യൂസ് ചെയ്താൽ തന്നെ ആയി, അല്ലെങ്കിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാം. ഈ ഭിത്തി കൂടെ വരുന്ന ചൂട് കുറയ്ക്കാനായിട്ട് ചില ബിൽഡേഴ്സ് 2 ലെയറുള്ള ഭിത്തി ചെയ്യാറുണ്ട്. ഒരു 60 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഭിത്തി വെച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അത് മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ചെയ്യാറുണ്ട്. ഞാനത് ഒരു ബ്രാൻഡിൻ്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയാവില്ലായിരിക്കും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അങ്ങനെയുള്ള അപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും ശരിക്കും കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചൂടും ഇല്ലാതായി. പിന്നെ എല്ലാം നമുക്ക് ഈ ജനലിൽ നിന്ന് വരുന്ന കാറ്റ് കൃത്യമായിട്ട് വീടിനകത്തൂടെ കയറി ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കംഫർട്ട് കിട്ടും, അത് ഏത് ഫ്ലോറിലായാലും. ഇന്ന് ശരിക്കും പറഞ്ഞാൽ കോണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ആൾക്കാരാണ് മോസ്റ്റ്ലി ഈ വീടെന്ന് പറയുന്നത് ഒരു മാൻഷൻസ് പോലെ കിട്ടുന്നത്. അതർവൈസ് കുറേ പേരൊക്കെ ഫിനാൻഷ്യലി ചിന്തിക്കുമ്പോൾ വാടക വീട് തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്ന് ചിന്തിക്കാറുണ്ട്. എന്നാലും ഒരു വീട് സ്വന്തമായിട്ട് എന്നുള്ളൊരു തോട്ട് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഒരു വീട് വാങ്ങാൻ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഒരു മിനിമലിസ്റ്റിക് സ്റ്റൈലായിട്ട് തന്നെ എന്തൊക്കെയാണ് നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ? നമ്മൾ വീട് വാങ്ങാൻ ആലോചിക്കുമ്പം ഈ പാറപ്പടി കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള ഒരു 35 കൊല്ലം മുന്നുള്ള കോൺക്രീറ്റ് വീട് വാങ്ങിക്കുന്നത് ബെറ്ററാണ്. 30 കൊല്ലം മുന്നുള്ള കോൺക്രീറ്റ് വീട്. ലേറ്റസ്റ്റ് ആയിട്ട് 10-12 കൊല്ലം മുന്നേ ചെയ്ത പാറപ്പൊടിൻ്റെയും മിക്സ് സിമെൻറ്റും ഒക്കെ വെച്ച് ചെയ്ത വീടുകൾ, തേപ്പുള്ള വീടുകൾ വാങ്ങാണ്ടിരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധി. 35 കൊല്ലം 25 കൊല്ലം 20 കൊല്ലം മുന്നേ പുഴയിൽ നിന്ന് വാരിയിട്ട് തേച്ച് കോൺക്രീറ്റ് ചെയ്ത വീടുകൾ ധൈര്യമായിട്ട് വാങ്ങും. ഓടിട്ട വീടുകൾ, ഓടിട്ട കഴുക്കോല് പൊട്ടി തൂങ്ങി ഓട് തൂങ്ങി കിടക്കുന്ന വീട് ധൈര്യമായിട്ട് വാങ്ങാം. അതേസമയം
പിന്നെ ഈ പറയുന്ന കണ്ടംപററി ടൈപ്പുള്ള ലേറ്റസ്റ്റ് ഞാൻ പറഞ്ഞ 8 മൈസൂർ പാക്ക് ഗ്ലാസ്, അതിൻ്റെ മുകളിൽ ഗ്ലാഡിൻ്റെയിൽ സൺഷെയ്ഡ് ഇല്ലാത്ത പെട്ടി വീടുകൾ, സോപ്പും പെട്ടി വീടുകൾ വാങ്ങരുത്. വാങ്ങിയിട്ടുണ്ടെങ്കിൽ അനുഭവിക്കുക, അതിൻ്റെ മുകളിൽ പിന്നെയും ഒരുപാട് പൈസ ഉണ്ടാക്കേണ്ടി വരും. അതേസമയം ഇത്തരം വീടുകൾ വാങ്ങിയാൽ അതിൻ്റെ സൺഷെയ്ഡ് കട്ട് ചെയ്യുക, ഡ്രസ് വർക്ക് ചെയ്യുക, ക്ലിയർ ചെയ്യുക, നമുക്ക് സുഖമായിട്ട് ഒരു 35 കൊല്ലം സുഖമായി താമസിക്കുക. അത് പൊളിഞ്ഞു വീഴില്ല, ഗ്യാരണ്ടിയാണ്. തറക്ക് വയറുണ്ടോയെന്ന് മാത്രം നോക്കണം. ഓക്കെ, ഞാൻ ഈ 2 ചോദ്യങ്ങളും കൂടെ കണക്ട് ചെയ്തിട്ട് പറയാം. ശരിക്കും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വീട് വാങ്ങിക്കാവൂ, ആവശ്യത്തിനുള്ള വീട് മാത്രമേ വെക്കാവൂ. ഞാൻ വീട് വെച്ചിട്ടില്ല. കാര്യം എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ വീടുണ്ട്. ഞാനൊരു ആർക്കിടെക്റ്റാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ സ്വന്തമായിട്ടൊരു വീട് ഡിസൈൻ ചെയ്ത് താമസിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്. പക്ഷേ ഞാനത് വേണ്ടാന്ന് തീരുമാനിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ വീട് പിന്നെ അനാഥമാവും എന്നുള്ളതാണ്. അതായത് ഞാൻ ജനിച്ചു വളർന്ന വീട്, അച്ഛനുണ്ടാക്കിയ വീട്, അത് അനാഥമാവും എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഞാൻ വീട് വെക്കേണ്ട എന്നുള്ള തീരുമാനത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വീട് എന്ന് പറയുന്നത് നാടോടുമ്പോൾ വീടോടണോ എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണല്ലോ തുടങ്ങിയത്. നാടോടുമ്പോൾ വീട് ഓടും. കാരണം വെച്ചാൽ നാട് ഓടുക എന്ന് പറയുന്നത് അത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആസ്പിറേഷൻസും നമ്മുടെ ആംബിഷനും നമ്മുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ ഉൾപ്പെട്ട വലിയൊരു കോംപ്ലക്സ് ആയിട്ട് സാധനമാണ്. അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഓട്ടത്തിൻ്റെ പേസ് കൂടി. പണ്ടുണ്ടായിരുന്ന പേസിലല്ല ഇപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ജോലിക്കാരായിരുന്ന സമയത്ത് അവർ വൈകുന്നേരം വീട്ടിൽ 5 മണിക്ക് വന്നാൽ പിന്നെ ഓഫീസിലെ കാര്യമില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സ്വസ്ഥവും സമാധാനമായിട്ട് വീട്ടുകാര്യമായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഇന്ന് ഞാൻ കാണുന്ന സമൂഹം അങ്ങനെയല്ല. ഇന്ന് 5 മണിക്ക് വീട്ടിൽ വരില്ല. അതിന് പകരം ഒരു 8 മണി വരെയൊക്കെ ഇരുന്ന് ഓഫീസിൽ നിന്ന് കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്നാലും പിന്നെയും ഫോൺ കോൾസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ സമൂഹം ചെയ്യുന്നത്. അതായത് നമ്മളുടെ ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ആകപ്പാടെ മാറി. ഇന്ന് ഡിസൈൻ ചെയ്യാൻ വരുന്ന പലരും ചോദിക്കുന്ന വലിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, വളരെ വളരെ സീരിയസ് ആയിട്ടൊരു സംഭവമാണ്. അവർക്ക് മാസ്റ്റർ ബെഡ്റൂം അല്ല വേണ്ടുന്നത്, 2 ബെഡ്റൂം വേണം. ഹസ്ബൻഡിനും വൈഫിനും സെപ്പറേറ്റ് ആയിട്ടുള്ള സ്പേസ് വേണം എന്നുള്ളൊരു നിലയിലോട്ടാണ് ഇപ്പോൾ വീടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മാറ്റങ്ങളാണ്, സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾ, നമ്മുടെ കോൺസെപ്റ്റിൽ വരുന്ന മാറ്റങ്ങൾ. അപ്പോൾ ഈ മാറ്റങ്ങൾ വരുമ്പോൾ ഫൈനലി ആത്യന്തികമായിട്ട് എന്തിനാണ് നമ്മൾ ഒരു വാസസ്ഥലം ഒരുക്കുന്നത്? വാസസ്ഥലം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും വേണ്ടിയാണ്. എല്ലാ മനുഷ്യനും അത് വേണം. ഒരു നല്ല ഉറക്കം കിട്ടിയാൽ മാത്രമേ ഒരു മനുഷ്യന് അടുത്ത ദിവസത്തേക്കുള്ള ഊർജ്ജം ഉണ്ടാവുള്ളൂ. അതിനുള്ള സംവിധാനമാണ് വീട് എന്നുള്ള പ്രാഥമിക കാര്യം നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുവല്ലോ. ഈ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും അപ്പാർട്ട്മെൻറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ എത്ര പേർക്ക് വിൻഡ്വേർഡ് സൈഡും വിൻഡിൻ്റെ ലീവേർഡ് സൈഡും അറിയാം? എത്ര പേര് നോക്കുന്നുണ്ട്? ആരൊക്കെയാണ് ഈ പറയുന്ന വീട് കിട്ടുന്ന സ്ഥലത്ത് ഇവർ കെട്ടുകയാണ് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഏത് ഭൂപ്രകൃതിയിലും കൃത്യമായിട്ടും ക്ലൈമറ്റോളജി വളരെ സ്ട്രോങ് ആണ്. അവിടെ കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു വിൻഡ് ഡയറക്ഷൻ ഉണ്ട്, സോളാർ പാറ്റേൺ ഉണ്ട്. ഇതൊന്നും നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അല്ലെന്നുണ്ടെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് ഏറ്റവും സൗഹൃദപ്രദമായ രീതിയിൽ ഈ പറയുന്ന കാറ്റും വെളിച്ചവും ഒക്കെ കയറി ഇറങ്ങുന്ന രീതിയിലുള്ള ബിൽഡിങ്ങിലായിരിക്കണം നമ്മൾ പോയി താമസിക്കേണ്ടത്. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സ്ഥലമായിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കേണ്ടത്. പലപ്പോഴും സമൂഹം ഇതിനെക്കുറിച്ചൊന്നും അവെയർ അല്ല. അല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് ആ ഒരു ചോയ്സ് കിട്ടുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിട്ടൊരു വിഷയമാണ്, പ്രത്യേകിച്ചും നഗരവാസികളിൽ. ഈ അർബൻ ഏരിയാസിൽ ഡെൻസിറ്റി കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഒരു പക്ഷേ ഈ പറയുന്ന ഒരു സാധാരണക്കാരന് അവൻ്റെ ഈ പറയുന്ന ബേസിക് കാര്യങ്ങൾ നിലനിർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്വസ്ഥമായിട്ടൊരു വാസഗൃഹം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെയധികം അപ്രാപ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. യെസ്, താങ്ക് യു സർ. നമുക്ക് സമയം അതിക്രമിച്ചു, ഇനി ചോദ്യങ്ങൾ എടുക്കാൻ നിർവാഹമില്ല. സോ ടു കൺക്ലൂഡ്, നമ്മൾ നാടോടുമ്പോൾ വീടോടണോ എന്നാണ് ചോദിച്ചത്. ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ മനോജ് സാർ തുടങ്ങി വെച്ചതിൽ നിന്ന് തന്നെ തുടങ്ങാം. വീട് എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ എക്സ്പ്രഷൻ, അതിൽ നിന്ന് നമ്മൾ മാറി ഇൻസ്റ്റഗ്രാമബിൾ എന്ന ഒരു നിലയിലേക്ക് ഇവിടെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ നാടോടുന്നതിനനുസരിച്ച് വീടോടും എന്നുള്ളതൊരു സത്യമായ കാര്യമാണ്. അത് വീട് എന്ന സങ്കല്പത്തെ കേവലം ഒരു ബിൽഡിങ്ങായി മാത്രം കാണാതെ അതിന് ചുറ്റുമുള്ള ആവാസ വ്യവസ്ഥയും എല്ലാം കൂടി ചേർന്ന ഒരു കോംപ്ലക്സ്
ഒരു എൻറ്റിറ്റിയായി അതിനെ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും നാട് ഓടുന്നതിനനുസരിച്ച് വീട് ഓടും. പക്ഷേ ആ പ്രക്രിയയെ സ്ലോ ഡൗൺ ചെയ്യണോ ഫാസ്റ്റ് അപ്പ് ചെയ്യണോ എന്നുള്ള പൊസിഷനിങ് ആയിരിക്കണം ആർക്കിടെക്ട്സ് എന്ന നിലയ്ക്ക് നമുക്ക് എടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ആ പൊസിഷനിങ്ങിന് ഡിസൈൻ പോളിസി പോലെയുള്ള മീഡിയം നമ്മളെ എയ്ഡ് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഈ സെഷൻ നമുക്ക് കൺക്ലൂഡ് ചെയ്യാമെന്ന് തോന്നുന്നു. ഹോപ്പ്ഫുള്ളി നല്ല രീതിയിൽ നമ്മുടെ ഡിസ്കഷൻ പോയി. ഈ ചർച്ചയിൽ നമ്മളോട് സഹകരിച്ച 3 പാനലിസ്റ്റുകൾ ശ്രീ മനോജ് കിനി സാർ, നിരഞ്ജൻ ദാസ് സാർ, ജൻബിലാത്തിക്കുളം സാർ 3 പേർക്കും എൻ്റെ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. ഒപ്പം ഇവിടെ ഇതുവരെ കേട്ടു നിന്ന മുഴുവൻ ഓഡിയൻസിനും ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.